ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് അയാൾ സംസാരിക്കുന്നു. ഇവിടെയാണ് എൻ്റെ ജീവിതം കൈവിട്ടു പോയത്. എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഏറ്റവും ബ്രില്യൻ പെർഫോമൻസുകൾ ഒന്ന് ആ രംഗമാണ്. തനിയാവർത്തനം കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പ്രിയൻ്റെ ഒരു പടത്തിൻ്റെ ഡബ്ബിങ് നടക്കുകയാണ്. പ്രിയൻ്റെ തന്നെ തൻ്റെ പടത്തെ പറ്റി ഭയങ്കര അഭിപ്രായമുള്ളത്. അപ്പോൾ പറയുന്നതിനകത്ത് നമുക്ക് ഒരു കുറ്റപ്പെടുത്തൽ പോലെയാണ്. അത് സ്വാഭാവികമാണ്. അതിനകത്ത് വഴക്കും വാശിയും പിണക്കൊന്നുമല്ല, കുശുമ്പെന്ന് പറയാം, അങ്ങനെയൊക്കെ പറയാമല്ലോ. അത് നമ്മളെ ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കാണ് പ്രിയൻ്റെ ഒരു നല്ല ഭയങ്കര, ഞാനും അറിയിക്കും ഇയാൾ ഇന്നും ഒരു വർഷം മുഴുവൻ ഓടുന്ന സിനിമ എടുക്കുന്നു. തിലകൻ ചേട്ടൻ മാവിൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഇത് മാറ്റി അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നു. ഇവനെ ഇനി അതിൽ പൂട്ടണ്ട എന്ന് തീരുമാനിക്കുമ്പോഴത്തേക്കും ഇയാൾ കാലൊന്ന് നീട്ടി വെക്കുന്നുണ്ട്. അവിടെയും അയാൾ തീരുമാനിക്കും എനിക്കിനി ഭ്രാന്തനല്ലാത്തൊരു എക്സിസ്റ്റൻസ് ഇല്ല, ഞാൻ അവിടെ എത്തിയിരിക്കുന്നു, ഇനി എന്നെ ആരും അല്ലാതെ അക്സെപ്റ്റ് ചെയ്തില്ല. ഈ രണ്ട് സമാനമായ സിനിമകൾ, ആ രണ്ട് സിനിമകളും ഇത് തന്നെയാണ്. സമൂഹം ഒരാളെ ഭ്രാന്തനാക്കും, ഒരാളെ കൊണ്ടാക്കും. രോഹിയുടെ എഴുത്തിൻ്റെ മാജിക്കുകളാണ്. ഇല്ല, ഇതെന്താ വെച്ചാൽ ഇത് എസ് എൻ സ്വാമിയുടെ സ്ക്രിപ്റ്റാണ്. പലരും ധരിച്ച് വെച്ചിരിക്കുന്നത് അത് കെ മധു ഡയറക്റ്റ് ചെയ്ത പടമാണ്. തോന്നിയില്ല. എൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ അന്ന് തന്നെ പറയുമായിരുന്നു, ഇത് സിബി സാർ പ്രൊഡ്യൂസ് ചെയ്ത് ഷാജിയേട്ടൻ ഡയറക്റ്റ് ചെയ്യേണ്ട സിനിമയായിരുന്നു എന്ന് പറയും. ശ്രീ സിബി മലയിൽ നമുക്കൊപ്പം സാർ 40 വർഷം, മുത്താരംകുന്ന് ഇറങ്ങി 40 വർഷം. സാറിനെ പക്ഷേ ഞാൻ എപ്പോൾ വിളിക്കുമ്പോഴും കോളറ്റോൺ എന്നുള്ളത് എന്തൊരു മഹാനുഭാവലുമാണ്. അതെന്താ ആ പാടിനോട് അത്ര ഇഷ്ടം? അതൊരു, എനിക്ക് തോന്നുന്നത് ഒരു വല്ലാത്ത കമ്പോസിഷനാണ്. എൻ്റെ ആദ്യ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയ കഥയാണുള്ളത്. അപ്പോൾ അത് എൻ്റെ ഹൃദയത്തോടെ ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണത്. അത് സാധ്യമാക്കാൻ വർഷങ്ങളെടുത്തെങ്കിൽ പോലും അതിലേക്ക് ഇങ്ങനെ ഒരു മ്യൂസിക്കൽ കമ്പോസിഷൻ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ക്ലാസിക്കൽ വെസ്റ്റേൺ ഒരു ഫ്യൂഷൻ കമ്പോസിഷൻ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും മികവോടെ ചെയ്തു തരണമാണ്. അതിനോട് തുലനം ചെയ്യാനൊന്നും ഇല്ലാത്തൊരു മ്യൂസിക് വർക്കാണത്. അപ്പോൾ അത് നമ്മളുടെ ഏറ്റവും സ്പെഷ്യലാണ്. ദേവദൂതൻ എന്ന സിനിമ, ആ കഥയായിരുന്നു സാർ ആദ്യമായി സിനിമ ചെയ്യാനിരുന്നത് അല്ലേ? പക്ഷെ അത് മാറിപ്പോയി. പിന്നീട് അത് മേ ബി റൈറ്റ് ടൈമിൽ, രണ്ടാമത് റിലീസായതൊരു റൈറ്റ് ടൈമിലായിരുന്നു. ആദ്യം അതിൻ്റെ വിധി വേറെ ആയിരുന്നു എങ്കിലും. അതെ. പക്ഷേ മുത്താരംകുന്ന് പിയോ എന്ന സിനിമയിലൂടെ കഴിഞ്ഞ ദിവസം ഈ സാറിന് ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുമ്പോട്ടായിട്ടെ കുറേ സീനുകൾ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ മുത്താരംകുന്ന് പിയോയിൽ നമ്മുടെ വാഴക്കുല ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ കവലയിൽ വന്ന് സംസാരിക്കുന്ന ജഗതി സംസാരിക്കുന്ന ആ സീനുണ്ടല്ലോ, അതുപോലെ പപ്പു എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ജനാധിപത്യം വേണോ, സോഷ്യലിസം വേണോ, അത് വായും വിളിച്ചിരുന്നാൽ കിട്ടത്തില്ല, ഫണ്ട് വേണം, സംസ്ഥാന സമ്മേളനത്തിന് ഫണ്ട് വേണം. ശ്രീനിവാസൻ എന്ന റൈറ്ററുടെ സിഗ്നേച്ചർ പറഞ്ഞൊരു സിനിമ അല്ലേ? ആദ്യ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത് ശ്രീനിവാസനാണ്. പിന്നെ മൂന്നാമത്തെ സിനിമയും ചെയ്തു, ദൂരെ ദൂരെ കൂടുകൂട്ട. നിങ്ങളുടെ അസോസിയേഷൻ എങ്ങനെയാണ് സംഭവിച്ചത്? ശ്രീനിവാസൻ വരുന്നത് ഈ മുത്താരംകുന്ന് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ്. അപ്പോൾ പ്രിയൻ്റെ കൂടെ ഞാൻ നവോദയയിൽ നിന്ന് ആദ്യം പുറത്തു പോയി ചെയ്യുന്ന സിനിമ പൂച്ചക്കൽ മൂക്കുത്തിയാണ്, അസോസിയേറ്റഡ്. പ്രിയൻ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞത്, ആ സിനിമയുടെ ഡയറക്ടറോ ഞാനും സിബി അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും അല്ല, സിബി അതിൻ്റെ ഡയറക്ടറും ഞാൻ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും അല്ല, ഞങ്ങൾ ഒന്നിച്ച് ചെയ്ത സിനിമയാണ് എന്നാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ നവോദയയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരേ മുറിയിൽ താമസിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സിനിമ സ്വപ്നം കണ്ട് നടക്കുകയാണ്. പക്ഷേ എന്നെക്കാളും വലിയ സ്വപ്നങ്ങൾ കാണുന്നത് പ്രിയനായിരുന്നു അന്നും. എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. എനിക്കങ്ങനെ പ്രിയൻ ഭയങ്കര അംബിഷ്യസാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയൻ വളരെ ഉയരങ്ങളിലേക്ക് പോയത്, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ സിനിമ ചെയ്യുന്ന ആളായി മാറി. എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. എനിക്ക് പറ്റുന്ന കാര്യങ്ങളോട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മോഹങ്ങളൊന്നും അതിനൊക്കെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒരിക്കലും മലമ്പുഴയിലാണ് ഈ കൊടയോട്ടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ, മലമ്പുഴ ഡാമിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ്റെ മതിൽ ചാടി ഞങ്ങൾ രണ്ടുപേരും രാത്രിയിൽ കയറുകയാണ്. അവിടുത്തെ പുൽത്തകടിയിൽ പോയി കിടന്ന് ഞങ്ങൾ ആകാശം നോക്കി കിടന്ന് സ്വപ്നങ്ങൾ കാണും. അപ്പോൾ പ്രിയൻ പറയും, നമ്മളിൽ ആർക്കാണ് ആദ്യം സിനിമ ചെയ്യാൻ അവസരം കിട്ടുക, അയാളുടെ കൂടെ മറ്റേ ആളുണ്ടാവണം. സിബിക്കാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും, എനിക്കാണെങ്കിൽ സിബി കൂടെ ഉണ്ടാവണം. ഞാൻ അതിനെന്താ, എനിക്കങ്ങനെയൊന്നും അറിയത്തില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഞാൻ സിനിമ സംവിധാനം ചെയ്യുമെന്നൊരു എനിക്കറിയില്ല. അങ്ങനെ അതിനെപ്പറ്റി മാത്രം ധ്യാനിച്ചൊന്നും ഞാൻ ജീവിച്ചിട്ടില്ല. അപ്പോൾ പ്രിയ അങ്ങനെയുള്ള വാക്കാണെങ്കിൽ കൈ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കൈയടിച്ചു ആ ഒരു രാത്രിയാണ്. അപ്പം അങ്ങനെ ഒരു കരാറ് ഏർപ്പെട്ടിട്ടുണ്ട്. ഞാനത് അത്ര ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. പക്ഷേ ഞാൻ പിന്നീട് ഫാസിലുമായിട്ട് മാമാട്ടിക്കുട്ടിയം എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാസിലിന് 2-3 ദിവസത്തേക്ക്, ഫാസിൽ അതിനു മുമ്പ് ചെയ്ത് നിന്ന് പോയൊരു സിനിമയുണ്ട്,
മറക്കില്ലൊരിക്കലും. അതിൻ്റെ നിർമ്മാതാവ് മരിച്ചു പോയിട്ട് ആ സിനിമ നിന്നുപോയി. ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു 3 ദിവസത്തെ ഷൂട്ട് വന്നപ്പോൾ ഫാസ്റ്റിൽ തിരുവനന്തപുരത്തേക്ക് പോയി മാമാട്ടിക്കുട്ടിയമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഒരു 3 ദിവസം മാമാട്ടിക്കുട്ടി ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റിൽ അവിടെ പോയി ആ വർക്ക് തീർത്തിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രിയനെ കണ്ടിരുന്നു, പ്രിയനൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്, സിബിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയൻ ഇങ്ങോട്ട് വരികയായിരുന്നു. ആലപ്പുഴയിൽ വന്ന് എന്നെ കണ്ട് ഈ പഴയ ഞങ്ങൾ തമ്മിലുള്ള കരാർ ഉറപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പോൾ അതാണ് ഞാൻ ഈ മതിൽക്കെട്ടിന് പുറത്തേക്ക് കയറുന്നത്. നവോദയ എന്ന് പറയുന്ന ആ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അവിടെയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ ശ്രീനി വരുമ്പോഴാണ് ഞാൻ ശ്രീനിയെ ശരിക്കും കാണുന്നത് തന്നെ. കണ്ട് പരിചയപ്പെട്ട ശ്രീനി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനിയെയും പ്രിയൻ വരട്ടിയത് പ്രിയനെ എഴുത്തി പൂർത്തീകരിച്ചിട്ടുള്ള ഷൂട്ടിംഗ് തുടങ്ങുന്നത്. പ്രിയൻ്റെ മനസ്സിൽ കഥയുണ്ട്, ഒരു കുറേയൊക്കെ എഴുതിയിട്ടുണ്ടാവും, ബാക്കി ഒരു 1 ലൈനൊക്കെ ഉള്ളത്. അപ്പോൾ ശ്രീനിയെ ഭീഷണിപ്പെടുത്തി ചില സീനൊക്കെ എഴുതി തന്നില്ലെങ്കിൽ തനിക്ക് അഭിനയിക്കുകയും താൻ എഴുതുമെന്നൊക്കെ പറയുന്നില്ലായി. അങ്ങനെ ശ്രീനി നിവൃത്തിയില്ലാതെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഓടരുതാമാവ് എത്തുമ്പോഴത്തേക്കും ശ്രീനി കൂടുതലായിട്ട് എഴുത്ത് ശ്രീനിയുടെ തലയിലേക്ക് കയറി. ആ പരിചയമുണ്ട്. ഈ 2 സിനിമകളുടെ സമയത്തുണ്ടാകുന്നൊരു സൗഹൃദം ഉണ്ട്. അപ്പോൾ ജഗദീഷ് അവിടേക്ക് വന്നു, ഓടരുതാമാവിൽ ജഗദീഷ് വരുന്നു, മുകേഷ് വരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് അപ്പോഴത്തേക്കും രൂപപ്പെട്ടു, ഒരു സൗഹൃദം രൂപപ്പെട്ടു. ആ ഘട്ടത്തിലാണ് ഈ പ്രൊഡ്യൂസർ വരുന്നതും. ഞാൻ പിന്നെ സത്യനന്ദിക്കാടിൻ്റെ ഒരു പുള്ളി പറഞ്ഞു കേട്ടത്, മുത്താരംകുന്ന് ബിയോ റൈറ്റർ ശ്രീനിവാസനാന്ന് കണ്ടിട്ട് അങ്ങനെയാണ് പുള്ളി ആളെ പരിചയപ്പെടുന്നതും ആളുടെ സിനിമകൾ എഴുതാൻ വിളിക്കുന്നതും. അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ മുത്താരംകുന്നിൻ്റെ ഒരു പ്രിവ്യൂ മദ്രാസിൽ അന്ന് നമ്മളെല്ലാവരും മദ്രാസിലാണ്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എല്ലാം അവിടെയാണ്, ലാബുകളെല്ലാം അവിടെ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാ പടങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു പ്രീമിയർ ഷോ പോലെ നമ്മൾ പ്രീവ്യൂ ഷോ വെക്കാറുണ്ട്. അപ്പോൾ അത് വെക്കുന്ന ദിവസം അവിടെ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സത്യൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ലിസി ആ സിനിമയിലുമുണ്ട്. അപ്പോൾ ലിസി എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, നമ്മുടെ പ്രിവ്യൂവിന് സത്യേട്ടനെ കൂടെ വിളിച്ചോട്ടെ, സത്യേട്ടന് കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യേട്ടൻ അത്ര പരിചയമില്ല, അറിയാം, പരസ്പരം അറിയാവുന്ന അത്ര. കാരണം 1-2 പ്രാവശ്യമൊക്കെ സത്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്താ വിളിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ അത് കാണാൻ വന്നതാണ് സത്യൻ. ആ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തേക്ക് വന്നപ്പോൾ സത്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീനിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അയാൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ 2ാമത്തെ സിനിമയും കഴിഞ്ഞ് 3ാമത്തെ സിനിമ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം, അതും ശ്രീനി എഴുതുന്നു. ആ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനായിട്ട് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ മറ്റൊരു റൂമിൽ സത്യനും ശ്രീനിയും ഓൾറെഡി ഒരു ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അതാണ് TP ബാലഗോപാലൻ അമ്മ എന്ന് പറയുന്ന സിനിമ. അതാണ് അവരുടെ ആദ്യത്തെ സിനിമ. അപ്പോൾ ഈ മുത്താരംകുന്ന് കണ്ടതിൻ്റെ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ശ്രീനിയിലേക്ക് എത്തുന്നതും പിന്നെ അവരൊരു ടീമായി രൂപപ്പെടുന്നത്. എത്ര സിനിമകളും ഈ ആ സിനിമയിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സീൻ പപ്പു വന്ന് സംസാരിക്കുന്നത്, ജഗതി പ്രത്യേകിച്ച് വാഴക്കൊലയായിട്ട് സൈക്കിളിൽ വന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നു, ചായയെക്കുറിച്ച് വിവരിക്കുന്നുണ്ടല്ലോ. പോസ്റ്റ്മാൻ വരണോ എന്ന് ചോദിക്കുമ്പോൾ ചായയെക്കുറിച്ച്. അപ്പം പൊതുവെ പറയാറുണ്ട്, ഇപ്പോൾ ജഗതി കയ്യിൽ നിടും, ജസ്റ്റ് പറഞ്ഞാൽ മതി, പിന്നെ അത് ഏറ്റെടുത്തോളുന്ന്. ആ സീനുകളൊക്കെ സാർ പറഞ്ഞ അതേ സാധനം പ്രസന്റ് ചെയ്യായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പുള്ളി കയ്യിൽ? കൂടുതലും കയ്യിലിടും. അമ്പളിച്ചേട്ടൻ എന്ത് കയ്യിലിട്ടാലും അത് കൂടുതൽ കറക്റ്റായിരിക്കും, അത് മീറ്റർ കറക്റ്റായിരിക്കും. ഇത് ശ്രീനി അത്രത്തിൽ ഗംഭീരമായിട്ട് എഴുതുന്ന ആളാണ്. ശ്രീനിയുടെ ഡയലോഗുള്ള ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ശ്രീനിയുടെ ഡയലോഗാണല്ലോ. ശ്രീനി എഴുതി വെച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അവരതിനകത്ത് ചില കുറച്ചും കൂടെ ഒന്ന് അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും അവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതൊരു ഇപ്പോൾ ഈ അതിനകത്ത് ഈ ചായക്കട ഗുസ്തി സമയത്ത് ചായ വിൽക്കുന്നുണ്ട്. ചേട്ടനും അനിയും 2 ചായക്കടയാണ്, കാട്ടാ ഗുസ്തി ചായ എന്നൊക്കെ പറയുന്നത്. എൻ്റെ നല്ല പാലും വെള്ളം പശുവിൽ നിന്ന് ഇറക്കിയ പാലിൽ നിന്ന് എല്ലാവരും അതൊക്കെ അവരുടെ ഡബ്ബിങ് സമയത്തൊക്കെ ചെയ്യുന്ന ചില അഡീഷൻസാണ്. പക്ഷേ ഇവരെല്ലാവരും അമ്പളിച്ചേട്ടനായാലും അങ്ങനെ സീസൺഡായിട്ടുള്ള ആക്ടേഴ്സ് അതുകൊണ്ട് അവർ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു പൊടിപ്പെന്നും പറയുന്നത് കേട്ടുകൊണ്ട് അതിനെ കുറച്ചുകൂടെ നന്നാക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നമുക്കൊരിക്കലും റിജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് കുറച്ചും കൂടെ ബെറ്റർ ആകത്തേ ഉള്ളൂ അവർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലാൽ പറയുന്നുണ്ടായിരുന്നു, ഇംപ്രൊവൈസ് ചെയ്യാന്നുള്ളത് ചിലപ്പം ഡയറക്ടർക്ക് ഒരു കൺഫ്യൂഷൻ വരാം, അല്ലെങ്കിൽ അപ്പുറത്തേക്കുന്ന മറ്റേ ആക്ടറുടെ പെർഫോമൻസ് വീക്ക് ആവാൻ സാധ്യതയൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ തോന്നിയിട്ടില്ല അല്ലേ? ഇതൊരു പ്ലസ് ആയിട്ട് തന്നെ. ഇപ്പം ലാലും ജഗതിയും പോലുള്ള ആക്ടേഴ്സൊക്കെ ശ്രമിക്കുകയാണ്. അവർക്ക് അപ്പം തന്നെ അതിൻ്റെ കൗണ്ടർ ചെയ്യാനുള്ളൊരു കിട്ടും. അവർ ഒരാൾ അതിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മുകളിലേക്ക് മറ്റേ കയറിയൊക്കെ ചെയ്യും. അതൊരു സീസൺഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാർക്ക് ചെയ്യുമ്പോൾ അത് സംഭവിക്കും. പക്ഷേ അല്ലാത്തവർ ചിലപ്പോൾ ഒന്ന് പതറിപ്പോകും പെട്ടെന്ന്.
ഇപ്പം ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഈ സിനിമയിലൊരു കത്ത് വരുന്നുണ്ട് പുള്ളിക്ക്. അതെ അതെ അതെ, അത് ഞാൻ ചോദിക്കാം. മറ്റേ ആളുടെ കത്ത് വായിക്കുമ്പോൾ പുള്ളി ഇത് മുഴുവൻ വായിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിടാൻ പുള്ളി അങ്ങോട്ട് ചാടി എഴുന്നിട്ട് അല്ലെങ്കിൽ വേണ്ട പിന്നെ എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ വേറൊരു വേർഷനാണ് കിരീടത്തിൽ. ഈ കീരിക്കാടൻ ജോസിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, എന്തിനാന്ന് ചുമ്മാ ഒന്ന് കാണാൻ, അത് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള. ഓക്കെ ഓക്കെ. അപ്പം വെറുതെ ഒന്ന് കാണാൻ ആദ്യമേ ചോദിച്ചാൽ പുള്ളി പോയി അടിക്കും എന്നുള്ള രീതിയിൽ വെച്ചെങ്കിൽ എനിക്കൊന്ന് കാണണമെന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാന്ന് ഞാൻ ചുമ്മാ ഒന്ന് കാണാൻ. ഇതൊക്കെ അവരുടെ ചില ഒരു എന്താണ് അത്രയും മതി അതിനെ വല്ലാതെ. ഇപ്പം അത് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടല്ലേ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത്. ഈ ആ കത്ത് വന്നിട്ട് അല്ലേ നാളെ ആവട്ടെ എന്ന് പറയുന്നത് ഇപ്പൊ എത്ര ട്രോളാണ്. ഇപ്പൊ ജിമ്മിൽ പോണെന്ന് തീരുമാനിച്ചാൽ എന്ത് ഞാൻ പോയിരിക്കും, അല്ലെ നാളെ ആവട്ടെ, ഡയറ്റ്, എല്ലാത്തിലും അത് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ ഈ ധാരാസിംഗിനെയൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റി? ധാരാസിംഗിൻ്റെ കാര്യം വരുന്നത് ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ്. ഇത് ആദ്യത്തെ സിനിമയിലും പൂർണ്ണ തിരക്കഥയായിട്ടല്ലല്ലോ ഇറങ്ങുന്നത്. അന്നും അങ്ങനെയല്ല. അന്ന് അങ്ങനെയേ ഉള്ളൂ. എല്ലാവരും നടക്കും. വലിയ ഡയറക്ടേഴ്സൊക്കെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി എഴുതിക്കുന്ന അരൺ സാറിനെ പോലുള്ളവരൊക്കെ പെർഫെക്റ്റ് സ്ക്രിപ്റ്റായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. നമുക്കതൊന്നും പറ്റത്തില്ല. ഇവരൊക്കെ മടിയന്മാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഇപ്പോൾ എനിക്ക് പിന്നീട് ലോഹി വന്നപ്പോഴും ലോഹി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെയൊക്കെ നേരത്തെ എഴുതുമായിരുന്നു. ശ്രീനി ഈ പ്രിയൻ്റെയും കൂടെ സ്കൂളിലൊക്കെ അങ്ങനെയാണല്ലോ. പ്രിയനും തന്നെ ലൊക്കേഷനിൽ വന്ന് രാവിലെ ഇരുന്നിട്ടാണ് എന്താണ് ഇന്നത്തെ സീൻ എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് അപ്പോഴാണ് തുടങ്ങുന്നത്. ഇത് മനസ്സിൽ കിടപ്പുണ്ടാവും, പക്ഷെ അത് കടലാസിലേക്ക് പകർത്തപ്പെട്ടിട്ടില്ല. പ്രിയന് മാത്രമേ അറിയത്തുണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു രീതി ഉണ്ട് അവിടെ. അല്ലാതെ ഒരു ബൈൻഡഡ് സ്ക്രിപ്റ്റുമായിട്ട് സ്റ്റോറി ബോർഡായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. അങ്ങ് സംഭവിക്കുന്നേ ഉള്ളൂ. അപ്പം ശ്രീനിയും അതുപോലെ തന്നെ എഴുതി തുടങ്ങാനൊരു മടിയുണ്ട്. ഇവർക്കൊക്കെ എഴുത്തുകാർക്കൊരു ബ്ലോക്കുണ്ട്, സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ട്രാക്കിൽ കയറും. അത് അവരുടെ ജെനുവിനായിട്ടുള്ള പ്രശ്നം തന്നെയാണ്, ഇന്ന് എഴുതി ട്രാക്കിലേക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ ഇത് ഷൂട്ടിങ്ങൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ് ശ്രീനി ലൊക്കേഷനിൽ നിന്ന് എഴുതുന്നുണ്ട്. അവളാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, ഇതിനകത്ത് ക്ലൈമാക്സിൽ ധാരാസിംഗ് പോലെ ഒരാൾ വേണം. ധാരാസിംഗ് പോലെയല്ല, ധാരാസിംഗ് തന്നെ വേണം. പുള്ളി അങ്ങനെ ഡയലോഗ് എഴുതി വെച്ചു പോയി വേണുചേട്ടൻ്റെ ക്യാരക്ടറിന്. ഞാൻ ധാരാസിംഗിനെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ധാരാസിംഗ് അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ എഴുതിപ്പോയി. അപ്പോൾ പിന്നെ ധാരാസിംഗിനെ എങ്ങനെ കൊണ്ടുവരും? അപ്പോൾ ധാരാസിംഗ് എവിടെയാണെന്നൊന്നും ഒരു ധാരണയില്ല. അക്കാലത്ത് എനിക്ക് തോന്നി രാമായണ സീരിയലിൽ അനുമാനമായിട്ടൊക്കെ പുള്ളി അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ പണ്ട് നമ്മൾ ചെറുപ്പക്കാലത്ത് കേട്ടിട്ടുണ്ട് ധാരാസിംഗും കേട്ടുള്ള ഗുസ്തി കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ധാരാസിംഗിൻ്റെ ഒരു ഒപ്പണൻ്റ് ഉണ്ടായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള. ഇവരുടെ ഉണ്ടെങ്കിലുള്ള ഗുസ്തിയൊക്കെ അന്ന് വളരെ ഫേമസ് ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊരു ധാരാസിംഗിനെ കേട്ടിട്ടേ ഉള്ളൂ. ഇത് എവിടെയാണ് പുള്ളി ജീവിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ അന്വേഷിച്ച് തപ്പിയെടുത്തപ്പോൾ പുള്ളി ബോംബെയിലാണെന്ന് അറിയുന്നു. ബോംബെ പോയി പുള്ളിയെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ ഷൂട്ടിങ്ങിലാണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഓൾറെഡി ഷൂട്ടിംഗ് അറിയാം, എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. അവിടെ പോയി പുള്ളി സംസാരിക്കാൻ ഒരാളെ വിടണം. അപ്പോൾ ജഗദീഷിന് അത്രയും വലിയ റോളല്ല, ജഗദീഷ് വേണമെന്ന് പോയി വരാം. ജഗദീഷാണെങ്കിൽ അത്യാവശ്യം ഹിന്ദി പറയും, പിന്നെ വാചകം അടിച്ച ആൾക്കാരെ വീഴ്ത്താൻ മിടുക്കനാണ്. അപ്പം ജഗദീഷിൻ്റെ കഥയും കൂടെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ജഗദീഷിൻ്റെ തലയിലിട്ട ഭാരം ഏൽപ്പിച്ചു. അങ്ങനെ ജഗദീഷ് ബോംബെയിലേക്ക് പോകുന്നു. ജഗദീഷിൻ്റെ ആദ്യത്തെ വിമാനയാത്രയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. ഈ ധാരാസിംഗിൻ്റെ അഡ്രസ്സൊക്കെ കണ്ടെത്തി ജഗദീഷ് അവിടെ പോയി കണ്ട്. പ്രൊഡ്യൂസർ പറഞ്ഞ 2 ലക്ഷം രൂപ വരെ കൊടുക്കാം. അതൊക്കെ കൂടുതൽ അന്നത്തെ കാലത്ത് നമ്മുടെ അതൊരു 20 ലക്ഷമാണ് ഇന്ന് നമുക്ക്. ഇതൊരു ചെറിയ ഒരു 3-4 ലക്ഷം രൂപയ്ക്ക് തീർന്നൊരു പടമാണിത്. അതിൽ നിന്ന് 2 ലക്ഷം രൂപ ധാരാസിംഗിന് കൊടുക്കുക എന്നുള്ളത് വലിയ റിസ്ക്കാണ്. ജഗദീഷ് അവിടെ പോയി സംസാരിച്ചിട്ട് പറഞ്ഞ് കയ്യും കാലും പിടിച്ച് ഇയാളെ കരച്ചിലും സങ്കടം കേട്ടിട്ടാ എന്നാൽ എന്തെങ്കിലും എന്താ തരാൻ പറയാൻ 25 പേടിയുണ്ട്. ഇയാൾക്ക് അടുത്തത് ഇയാളുടെ പൂട്ടാണോ കത്രികപ്പൂട്ടാണോ വരുന്നതെന്ന് അറിയത്തില്ല ജഗദീഷ്. ഞാൻ ഇച്ചിരി മാറി നിന്നിട്ട് പറഞ്ഞു, സാബ്ജി ഒന്നും വിചാരിക്കുന്നത് മലയാളം ചെറിയ ലാംഗ്വേജാണ്, നമ്മളൊരു 25,000 രൂപ തരണം. കാരണം നോക്കിയിട്ട് ഓക്കെ തീരുമാനിച്ചത്. അതോടെ അങ്ങ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഏതാണ്ട് 1,75,000 രൂപ പ്രൊഡ്യൂസർക്ക് ലാഭമായിട്ടാണ് പുള്ളി ബോംബെ വരുന്നത്. ഈ പ്രിയദർശൻ ഒരു സിനിമ എഴുതിയല്ലോ, ചേക്കേറാനൊരു ചില്ല അല്ലേ? പുള്ളി ഇതുപോലെ തന്നെയാണോ ഈ സ്ക്രിപ്റ്റ് അവിടെ വന്നിരുന്ന് എഴുതുക? പ്രിയൻ എനിക്കൊന്ന് ആദ്യത്തെ സിനിമ പൂച്ചക്കരമുഖത്തെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് പുള്ളി കുറച്ചും മര്യാദയ്ക്ക് ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിരുന്നു. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റാണ് തന്നെ. എന്നിട്ട് പറഞ്ഞ് നമുക്ക് ഇതൊന്ന് ചാർട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, അതെ ഷൂട്ടിങ്ങിൻ്റെ ചാർട്ട് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നത്തതൊക്കെ ഇങ്ങനെ അങ്ങ് പോവുക. പ്രിയൻ ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പടം ചെയ്യുകയാണ്. കാരണം പ്രിയന് പൂച്ചക്കരമുഖത്ത് കഴിഞ്ഞ് മാത്രമേ ഒരു ചെറിയ ഗ്യാപ്പുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പടവും സുരേഷ് കുമാറും ടീമും തന്നെ
ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് പുള്ളിക്ക് അടുത്ത സിനിമ വരുന്നത്. അപ്പോൾ ഇത് ഷൂട്ടിംഗ് തീർത്ത് തന്നെ പുള്ളി പറഞ്ഞു ബാക്കി സിബി നോക്കിക്കെന്നും പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. പുള്ളി അങ്ങനെ പുന്നാരം ചൊല്ലി എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് പോയി. അങ്ങനെ പുള്ളി അത് തീരുമ്പോഴത്തേക്കും പുള്ളി മറ്റേ പറയാനും വയ്യ പറയാതിരിക്കാൻ, അങ്ങനെ പുള്ളി ബാക്ക് ടു ബാക്ക് സിനിമകൾ ഷൂട്ടിംഗ് മാത്രമായി. അസോസിയേറ്റ് ഉള്ളപ്പോൾ അടുത്ത പടത്തിന് വേറൊരു അസോസിയേറ്റായി. അപ്പോൾ അയാൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യും. അങ്ങനെ ചാടി പോകുന്ന ഒരു രീതി. അപ്പോൾ എഴുതാനൊന്നും സമയമില്ല, ഒരു കഥയുടെ ഐഡിയ ഉണ്ട്, അത് വെച്ചങ്ങ് തുടങ്ങും. അങ്ങനെയാണ്. അപ്പോൾ പ്രിയനെ തിരക്കുമായി, ഒരു അക്സെപ്റ്റഡ് ഡയറക്ടറായി, സക്സസ്ഫുൾ ഡയറക്ടറായി മാറി. ആദ്യത്തെ സിനിമ തന്നെ ഹിറ്റായതോടുകൂടി പിന്നെ ആ ഒരു പ്രിവിലേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയാണ്. കാരണം എഴുതാനും സമയമില്ല, അടുത്ത കഥ മനസ്സിൽ കിടപ്പുണ്ടാവും, പക്ഷെ അത് എഴുതുന്ന സമയമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സിനിമ ശങ്കറാണ്. എനിക്ക് ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ടിങ്ങനെ അടുത്ത എന്താണ് നമുക്കറിയത്തില്ല. ഈ സിനിമ കാര്യമായിട്ട് ഓടിയിട്ടൊന്നുമില്ല. സിനിമ കൊള്ളാം, അയാൾ സിനിമ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഓടുക എന്നുള്ളതാണ്. എന്ത് സിനിമയിലും തിയേറ്ററിൽ നിന്ന് പെട്ടിക്കാശ് വിടുക എന്നുള്ളതാണ്. അത് വീണില്ലെങ്കിൽ എന്ത് മഹത്തായ സിനിമ എടുത്തിട്ടും കാര്യമില്ല. ആ സമയത്ത് പ്രിയൻ്റെ ഒരു പടം ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആരുമായിട്ടൊരു ഫൈറ്റ്, അതൊന്ന് എടുക്കാൻ പറഞ്ഞു. കാരണം പ്രിയം വേറെ സീൻ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു ഫൈറ്റ് എടുക്കാൻ എന്നെ ഏൽപ്പിച്ചു. ആ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശങ്കർ ഉണ്ടായിരുന്നു. അങ്ങനെ ശങ്കർ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ എൻ്റെ ഒരു കഥയുണ്ട്, ഞാനൊരു ഹിന്ദി പടത്തിൻ്റെ റൈറ്റ് മേടിച്ചിട്ടുണ്ട്, സാഹിബ് എന്നാണ് എൻ്റെ പേര്, അനിൽ കപൂർ അഭിനയിച്ച സിനിമയാണ്, അത് മലയാളത്തിലേക്കൊന്ന് റീമേക്ക് ചെയ്യാനുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം സർവൈവലിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം അടുത്ത സിനിമ എവിടെ നിന്ന് വരുമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുക. ആദ്യത്തെ സിനിമയെ തേടി വന്നതാണ്, രണ്ടാമത്തെ സിനിമയ്ക്ക് തേടി വരാൻ ഉള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. അപ്പോൾ ഇത് വന്നത് പിന്നെ നോക്കണല്ലോ. ഞാൻ പറഞ്ഞു കാസറ്റ് കാണാമെന്ന് പറഞ്ഞു. കാസറ്റ് കണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് ചെയ്യും, കാരണം സർവൈവലാണ്. പക്ഷേ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അത് ചെയ്യാൻ പറ്റും. അത് കഥയാണെങ്കിൽ പോലും കിഡ്നി കൊടുക്കുന്ന, കുടുംബത്തിന് വേണ്ടി കിഡ്നി കൊടുക്കുന്ന, പക്ഷേ കിഡ്നിയൊക്കെ അന്ന് വർക്കൗട്ട് ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രിയം പറഞ്ഞ് ഞാൻ എഴുതിത്തരാം. ശങ്കറും പ്രിയനുമായിട്ട് ഞങ്ങൾ മൂന്നിന് നല്ല സൗഹൃദമുള്ള സമയമാണ്. അപ്പം ശങ്കറിന് വേണ്ടിയിട്ട് ആ സൗഹൃദത്തിൻ്റെ പേരിൽ പ്രിയനത് മലയാളത്തിലേക്ക് എഴുതി തന്നു. ആ കഥ അതേപോലെ എടുത്തിട്ട് മലയാളീകരിച്ച് അതിൻ്റെ ഡയലോഗ്സൊക്കെ മലയാളത്തിലാക്കി കുറച്ച് പ്രിയൻ്റേതായിട്ടുള്ളൊരു തമാശകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ ഒരു സിനിമയുടെ തിരക്കഥാകൃത്തൊന്നും പ്രിയദർശൻ ആയിട്ടുണ്ട്. നിങ്ങൾ തമ്മിലെ ഇപ്പം സാർ ഇങ്ങനെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രിയദർശൻ മറ്റൊരു തരത്തിൽ ഇങ്ങനെ തിരക്കിട്ട സംവിധായകനാകുന്നു, നിങ്ങൾ തമ്മിൽ വലിയ സൗഹൃദം ഉണ്ടായി. അപ്പോൾ ഈ സിനിമകളൊക്കെ ഓരോന്ന് ഇറങ്ങി ഹിറ്റാകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ സിനിമ സംഭവിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ കോൺവെർസേഷനും ആ ബന്ധം അതുപോലെ തന്നെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ മദ്രാസ്, പിന്നീട് ഞാൻ എൻ്റെ വിവാഹം ചെയ്ത ശേഷം ഞങ്ങൾ രണ്ടുപേരും, ഞാൻ മദ്രാസിലേക്ക് താമസമായി. കാരണം നമ്മളെ സംബന്ധിച്ചോളം മദ്രാസിലാണ് നമ്മുടെ സിനിമ ഷൂട്ടിങ്ങിനപ്പുറത്തുള്ള സമയങ്ങളൊക്കെ നമുക്ക് നിൽക്കേണ്ട സ്ഥലം ചെന്നൈയാണ്. അവിടെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻസ് നടക്കുന്നത്. ഷൂട്ടിംഗ് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5-2 മാസം നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. അത് അവിടെ തന്നെ നിൽക്കേണ്ടി വരും. സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് പോകേണ്ടത് നമുക്ക് തന്നെ അറിയത്തില്ല. ലൊക്കേഷൻ കണ്ടുപിടിച്ച് എവിടെയെങ്കിലും കേരളത്തിലോ അവിടെ എവിടെയെങ്കിലും പോകും. പക്ഷേ അപ്പോൾ വീടെന്ന് പറയുന്നത് തിരിച്ചെത്താനുള്ളൊരു സ്ഥലവും വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെന്നൈ തന്നെ വേണ്ടി വന്നു. എൻ്റെ ഭാര്യ അവിടെ, ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് അവർ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ് ചെന്നൈയിൽ തന്നെ. അപ്പോൾ ബാങ്കിൻ്റെ അടുത്ത് ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്താണ് അവിടെ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് 2-3 വർഷങ്ങൾക്ക് ശേഷം പ്രിയനും ഞാനും ഒരേ സ്ഥലത്ത് ഫ്ലാറ്റ് വാങ്ങി. അപ്പം പ്രിയൻ താഴത്തെ നിലയിലും ഞാൻ 6ാമത്തെ നിലയിലുമായിട്ട് താമസിക്കുകയാണ്. അങ്ങനെ ഒരു സൗഹൃദം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും കാണും. രണ്ടുപേരുടെയും ജോലി തിരക്കുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ തമ്മിൽ കാണും. അതങ്ങനെ തുടരുന്നുണ്ടായിരുന്നു. പ്രിയൻ്റേതായിട്ടുള്ള രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് സിനിമകൾ ചെയ്തു. ഞാൻ പാരലായിട്ട് എൻ്റെ രീതിയിലുള്ള സിനിമകളും ഞാനും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സൗഹൃദമുണ്ട്. പ്രിയൻ്റെ സിനിമകളൊക്കെ പ്രിവ്യൂ ഇടുമ്പോൾ ഞാൻ പോയി കാണും. പിന്നെ പ്രിയൻ ഹിന്ദിയിലോട്ടൊക്കെ അപ്പോഴത്തേക്ക് മാറി കഴിഞ്ഞു. എൻ്റെ സിനിമകൾ ഇടുമ്പോൾ പ്രിയനെ വിളിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊരു എന്താണ്, പ്രിയനെ സംബന്ധിച്ചോളം എൻ്റെ സിനിമകളോട് വല്ലാത്ത ഒരു മതിപ്പുണ്ട്. പ്രിയൻ അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു എന്താണ്, തനിക്ക് നല്ല സിനിമയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ ഈ കോമഡി കേട്ടിരിക്കുക എന്നൊക്കെ ഉള്ള ചിന്ത പ്രിയനുണ്ട്. അപ്പോൾ പ്രിയൻ കുറച്ചുകൂടെ ഗൗരവമുള്ള സിനിമയൊക്കെ പ്രിയൻ്റെ മനസ്സിലുണ്ട്, അത് ചെയ്യാനുള്ള. പക്ഷേ പ്രിയൻ അപ്പോഴത്തേക്കും ബ്രാൻഡായി പോയി ആൾക്കാർ. അപ്പോൾ തനിയാവർത്തനം കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പ്രിയൻ്റെ ഒരു പടത്തിൻ്റെ ഡബ്ബിങ് നടക്കുകയാണ്. അപ്പം ഞാനവിടെ ചുമ്മാ അവിടെ ചെന്ന ഡബ്ബിങ് തിയേറ്ററിൽ ചെന്നപ്പോൾ പ്രിയന് ഒരു ബ്രേക്ക് സമയത്ത് ഞങ്ങൾ പുറത്തേക്ക് ടെറസിലേക്ക് മാറി നിൽക്കി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും പ്രിയൻ്റെ തന്നെ തൻ്റെ പടത്തെ പറ്റി ഭയങ്കര അഭിപ്രായമുള്ള. അപ്പോൾ പറയുന്നതിനകത്ത് നമുക്ക് ഒരു കുറ്റപ്പെടുത്തൽ പോലെയാണ്.
അത് അത്രയും വേണ്ടായിരുന്നു എന്നുള്ളൊരു എൻ്റെ പടത്തിൽ ഭയങ്കര അഭിപ്രായമാണല്ലോ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു അതെ ഞാനെന്തോ തെറ്റ് ചെയ്തു എന്ന് പറയാൻ. അത് സ്വാഭാവികമാണ്. അതിനകത്ത് വഴക്കും വാശിയും പിണക്കൊന്നുമല്ല, കുശുമ്പെന്ന് പറയാം, അങ്ങനെയൊക്കെ പറയാമല്ലോ. അത് നമ്മളെ ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കാണ് പ്രിയൻ്റെ ഒരു നല്ല ഭയങ്കര, ഞാനും അറിയിക്കും ഇയാൾ ഇന്നും 1 വർഷം മുഴുവൻ ഓടുന്ന സിനിമ എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് പോയവരുണ്ട്. അത് ഒരു ഈ കുശുമ്പെന്ന് പറയുന്നത് അതൊരു സ്ഥായിയായ ഭാവമൊന്നുമില്ല. അതൊരു എന്നാൽ പിന്നെ അടുത്ത് ഞാൻ അങ്ങനെ നമ്മളറിയാത്തൊരു മത്സരം ഉണ്ടാവില്ല അതിനകത്ത്. പക്ഷേ പ്രിയനോടൊന്നും മത്സരിച്ച് എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല അത്തരം സിനിമകൾ എടുത്തിട്ട്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പ്രിയദർശൻ സിനിമ ഏതായിരിക്കും? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറ്റ സിനിമ പറഞ്ഞു. താളവട്ടം ഇഷ്ടമാണ്. താളവട്ടത്തേക്കാൾ കൂടുതൽ എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് പറയേണ്ട ഒരു സിനിമ തേന്മാവിൻ കൊമ്പത്താണ്. തേന്മാവിൻ കൊമ്പത്തിൻ്റെ താളവട്ടം പൂർണ്ണമായിട്ടും വൺ ഫ്ലോ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് എടുത്തതാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒരു റൂട്ടഡ് എന്ന് പറഞ്ഞത് മികച്ചൊരു ഫാൻറ്റസിയാണ്. ഒരു ക്രിയേറ്റീവ് സ്പേസിലാണ്. അത് ഇഷ്ടമാണെന്ന് പറയാനുള്ളൊരു കാരണം പ്രിയൻ അതിന് മുമ്പ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞു. ആദ്യമായിട്ട് ഞാനൊരു സിനിമ ചെയ്യാൻ ആലോചനയും കഥയായിട്ട് നടക്കുന്ന സമയത്ത് പ്രിയനുമായിട്ടില്ല, ഞാനുമായിട്ടില്ല. അപ്പോൾ എന്നോട് ഒരു കഥയുണ്ട്, ആ കഥ ഇതല്ല. ബേസിക്കലി ആ കഥയിൽ നിന്നും പ്രിയൻ ഇതിങ്ങേക്ക് മാറ്റി ഒരു ഗംഭീര സിനിമ പിന്നെ ചെയ്തു എന്നുള്ളത് തന്നെ. എൻ്റെ അടുത്ത് പറഞ്ഞ കഥയിൽ ഒരു നാടക സംഘത്തിലേക്ക് ഒരു നടിയെ കൊണ്ടുവരുന്നു. ഒരു വില്ലേജിലൊരു നാടക സംഘക്കാർ വേറൊരു ഗ്രാമത്തിൽ നിന്നൊരു നടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ആ വന്നു കഴിയുമ്പോൾ ഈ നടി വന്ന് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ക്രൈമൊക്കെയാണ് പുള്ളി. തമാശകളുണ്ട്, പക്ഷെ ക്രൈമാണ്. അത് ഈ നടി കൊല്ലപ്പെടും. അങ്ങനെ എന്തോ അതിൻ്റെ പ്രിയൻ പറഞ്ഞപ്പോഴേ എടോ ഞാൻ തന്നെ പറഞ്ഞ കഥയില്ലേ, അത് ഞാൻ ഇങ്ങനെ വളച്ചു മാറ്റി ഇങ്ങനെ ആക്കിയിടുമെന്ന് പറഞ്ഞു. അതാണ് അത് ശോഭനയെ കൊണ്ടുവരല്ലേ ഒരു സ്ഥലത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇയാളുടെ ഒരു ബ്രില്യൻസ് അതാണ് കേട്ടോ. അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ഇമോഷണൽ കഥയായിട്ട് മാറിയേനെ. ഇയാളതിനെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് കൊണ്ടുവന്ന് എന്താണ് ഇങ്ങനൊരു സ്ഥലം ഇമാജിനറിയാണ്. അങ്ങനെയല്ല, അല്ലാതെ ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആൾക്കാർ വിശ്വസിക്കില്ല. ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിസരം സൃഷ്ടിച്ചിട്ട് അവിടെ കൊണ്ട് ഈ കഥ വെച്ചു. അതാണ് അയാളുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. പ്രിയൻ അങ്ങനെയാണല്ലോ. സിനിമ തന്നെ മേക്ക് ബിലീഫാണ്. ആ മേക്ക് ബിലീഫിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ് പ്രിയൻ്റെ സിനിമ. സിനിമയിലെ മാജിക്കൽ റിയലിസത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. തീർച്ചയായിട്ടും അതൊരു പ്രിയൻ പിന്നീട് കഥ മാത്രം പറയുന്നതിനും അപ്പുറത്തേക്ക് ആ വിഷ്വലിനെ പറ്റി പ്രിയൻ വ്യക്തമായ ധാരണയുണ്ട്. അതിനെ എന്തുമാത്രം എൻഹാൻസ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ കളർ കോമ്പിനേഷൻസ്, കാര്യങ്ങൾ, ഡ്രസ്, കോസ്റ്റ്യൂം സെറ്റ്സ്, അതൊക്കെ പ്രിയൻ്റെ അപാരമാണ്. കളർസ് കോസ്റ്റ്യൂമൊക്കെ ഇടുമ്പോൾ ആൾക്ക് ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന കളർ പാറ്റേൺസ് ഇങ്ങനെയായിരിക്കും. അതൊക്കെ പുള്ളി വളരെ ഷാർപ്പായിട്ട് നോക്കി തന്നെയാണ് ചെയ്യുന്നത്. മാക്സിമം കളർഫുള്ളാക്കുന്ന ഒരു തിയേറ്റർ ഒരു എൻ്റെ വിഷ്വൽ ട്രീറ്റ് ആക്കുക എന്നുള്ളത് പ്രിയൻ അത് ഈ ചത്ത് കിടന്നാലും ചവഞ്ഞു കിടക്കാന്ന് പറയുന്ന വിധത്തിലാണ് പ്രിയൻ ചെയ്യുന്നത്. അത്ര ബ്രില്യൻ്റാണ് മേക്കിങ്ങിൻ്റെ രീതിയിൽ. ഇന്നലെ ഇപ്പം ഫെഫ്ക 40-ാം വർഷം ആഘോഷിക്കുമ്പം മമ്മൂട്ടിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് വരുമായിരുന്നു. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞത് സിബി എന്ന സംവിധായകൻ്റെ മികവ് അല്ലെങ്കിൽ വൈവിധ്യം അത് 2 സിനിമയിലൂടെ പറയാൻ പറ്റും. തനിയാവർത്തനും ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 1 വീണ്ടും കാണുമ്പോഴാണ് എനിക്ക് ആ സിനിമയിൽ മനസ്സിൽ നിൽക്കുന്ന ഒരു ഇമേജ്. അവസാനം ആ കുരിശ് വെക്കുമല്ലോ, ക്യാപ്റ്റൻ രാജുവിൻ്റെ കഥാപാത്രം മരിച്ചിട്ട് അടക്കിയ, പിന്നെ അങ്ങനൊരു കഥയെ മലയാളത്തിൽ അന്നോളം കണ്ടതിൽ ബെസ്റ്റ് വില്ലൻ എന്നാണ് എല്ലാവരും ക്യാപ്റ്റൻ രാജുവിനെ കുറിച്ച് പറഞ്ഞത്. ആ സിനിമയുടെ ഒരു ഓർമ്മ ഇല്ല. ഇതെന്താ വെച്ചാൽ ഇത് എസ്.എൻ. സാമിയുടെ സ്ക്രിപ്റ്റാണ്. പലരും ധരിച്ച് വെച്ചിരിക്കുന്നത് അത് കെ മധു ഡയറക്റ്റ് ചെയ്ത പടമാണ്. അതെ, അത് സാറ് ഡയറക്റ്റ് ചെയ്തതെന്ന് തോന്നുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അരോമ മൂവീസാണ്. മമ്മൂട്ടി അഭിനയിക്കുന്നു, എസ്.എൻ. സ്വാമി എഴുതും. അപ്പോൾ CBIയുടെ ഒരു സീക്വലിൻ്റെ ഒരു ഫീല് പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടും. പക്ഷേ ആ കഥ എസ്.എൻ. സ്വാമിയുമായിട്ടൊരു കഥയിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. സ്വാമി ഞാനായിട്ടൊരു കഥ ഇങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം ഏതോ പോയിന്റിൽ എത്തുകയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് എഴുതിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ പ്രൊഡ്യൂസർമാരന്ന് തോംസൺ ഫിലിംസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അവരിന്ന് ആ സമയത്ത് ഇവിടെ കുറച്ച് നല്ല സിനിമകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആ കഥ ചെയ്തുകൊണ്ടിരുന്നത്. അവരാണ് ഞങ്ങളെ 2പേരെയും ആ സിനിമയിലേക്ക് കമ്മിറ്റ് ചെയ്ത് നമ്മൾ അഡ്വാൻസൊക്കെ തന്നിരിക്കുന്ന സമയമാണ്. ഞങ്ങളവരിന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കഥ തന്നെയാണ്, ഓഗസ്റ്റ് എന്ന് പറയുന്ന കഥ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിലായപ്പോഴത്തേക്ക് ആ നിർമ്മാതാക്കൾ വേറൊരു പ്രോജക്റ്റിലേക്ക് മാറി. മമ്മൂട്ടി വെച്ചതിന് വേറൊരു പ്രോജക്റ്റ് ഇതേ പാരലായിട്ട് അവർ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്കറിയില്ല. അതേ ഹോട്ടലിൽ
മറ്റൊരു ഡയറക്ടറെ താമസിപ്പിച്ചിട്ട് ഒരു വേറൊരു പ്രോജക്റ്റ് ശ്രമിച്ച് മമ്മൂട്ടിയെ സമീപിച്ചു. അപ്പം മമ്മൂട്ടി പറഞ്ഞു, നിങ്ങൾക്ക് തന്ന ഡേറ്റ് സിബിയുടെ ഡേറ്റാണ്, സിബിക്ക് കൊടുത്ത ഡേറ്റാണ്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വേറൊരു ഡയറക്ടർ ഇപ്പോൾ ഞാൻ പറ്റില്ല, സിബിക്ക് എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ ചോദിച്ചൊന്നുമില്ല, പുള്ളി അങ്ങനെ എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മമ്മൂട്ടി എന്നെ വിളിച്ച് പറഞ്ഞു, മണിസാർ ഇപ്പോൾ എൻ്റെ മണിസാർ ഇവിടെ വീട്ടിലുണ്ട്, നമുക്ക് ആ സിനിമ മണിസാറിന് വേണ്ടി ചെയ്യാം, മണിസാർ അങ്ങോട്ട് വരുമെന്ന്. അങ്ങനെ അരമണി പെട്ടെന്ന് തന്നെ വന്ന് കാണുകയും അതും അരമാട് പ്രോജക്റ്റായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു CBI ചായ അതിലേക്ക് വരുന്നത്. പക്ഷേ എനിക്ക് ഞാൻ ചെയ്തതല്ലാന്ന് ആൾക്കാർക്ക് ചിന്തിക്കാൻ കാരണം എൻ്റെ ഒരു പാറ്റേണിൽപ്പെട്ട സിനിമയല്ല. അതുവരെ ഞാൻ ചെയ്ത സിനിമകളുടെയൊക്കെ മമ്മൂട്ടി ഇന്നലെ പറഞ്ഞ പോലെ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന സിനിമയാണ്. മമ്മൂട്ടി വെച്ച് തനിയാവർത്തനം ചെയ്ത അതേ ഡയറക്ടർ അതിൻ്റെ എക്സ്ട്രീം ഒരു സാധനം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് രണ്ടും നന്നായി വർക്കായി എന്നുള്ളത് കൊണ്ടാണ് മമ്മൂട്ടി അത് പറയുന്നത്. മമ്മൂട്ടി വെച്ച് ഞാൻ വേറെ സിനിമകൾ ചെയ്തെങ്കിൽ പോലും ഈ രീതിയിലൊരു കമ്പാരിസണിന് പറ്റുന്ന ഈ 2 സിനിമകൾ തന്നെയാണ്. ഈ ഓഗസ്റ്റ് 1 ചെയ്യുമ്പോൾ സാറിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ, അതോ ഇങ്ങനത്തെ ട്രൈ ചെയ്യണോ അല്ലെങ്കിൽ ട്രൈ ചെയ്താൽ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു? അങ്ങനെയില്ല, ഞാനൊരു ജോണറിന് പോകാറില്ല. എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന ഒരു കഥ, എൻ്റെ ശ്രദ്ധയിലേക്ക് ഒരാളൊന്ന് ഒരു കഥ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എലമെൻ്റ് പറഞ്ഞാൽ മതി, അത് എന്നിലൊരു സ്പാർക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു തീരുമാനങ്ങൾ എടുക്കുക. അതൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്. ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ ശരിയാവാം. കൂടുതൽ സമയം ശരിയായിട്ടുണ്ട്, കുറേ പ്രാവശ്യം തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ നമ്മളെടുക്കുന്ന ഡിസിഷൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അതിൽ കാണുന്ന ഒരു പ്രത്യേകത, ആ സിനിമയെ ആ കഥയിലേക്ക് നമ്മളെ ഹുക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. പക്ഷേ എഴുതി വരുമ്പോൾ ചിലപ്പോൾ അതുണ്ടാവത്തില്ല അതിൽ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പം ഒരു ഇന്ന ജോണറുള്ള സിനിമയാണ് ഞാൻ ചെയ്യാൻ പോകുന്നുള്ള തീരുമാനത്തിൽ ഞാൻ ഒരിക്കലും ഒരു സിനിമയെ സമീപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് ഒരു വലിയ പാലറ്റുണ്ട് ഞാൻ ചെയ്യുന്ന സിനിമകളുടെ ഒരു ഹ്യൂമറും ആക്ഷനും ഇമോഷനും, അതേപോലെ തന്നെ ഭയങ്കര കളർഫുൾ മ്യൂസിക്കൽ, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മളിലേക്ക് വരുന്ന ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന മൊമെന്റിലാണ് ആ സിനിമ. അതിൽ ആ പരേഡിനിടയ്ക്ക് മമ്മൂട്ടി ചാടി വന്നിട്ടാണല്ലോ വെടിവെക്കുക. ബുള്ളറ്റിൽ പോകുന്ന ഒരു പോസ്റ്റർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നില്ല, അത് ആ സിനിമയിലാണ്. മമ്മൂട്ടി ചാടി വെടിവെക്കുന്ന ബുള്ളറ്റ് പോകുന്ന പരിപാടിയൊക്കെ പിന്നീട് വന്നതാണ്. ബുള്ളറ്റിൻ്റെ ക്ലോസപ്പൊക്കെ പിന്നെ നമുക്ക് ചാടി വെടിവെക്കുന്നുണ്ടായിരുന്നു. അത് ഹൈ സ്പീഡ് ഷോട്ടാണ്. ഹൈ സ്പീഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രെയിംസ് കൂട്ടി കഴിയുമ്പോഴാണ് സ്ലോ ആകുന്നത്. നോർമൽ 24 ആണ്, അതൊരു 48 72 ആക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് സ്പീഡ് കൂടിക്കൊണ്ട് മോഷൻ സ്ലോ മോഷനായിട്ട് വരും. ഓക്കെ. അതുപോലെ എനിക്ക് സാറ് ചെയ്തതാണോ എന്ന് നമുക്ക് ഇങ്ങനെ സംശയം തോന്നുന്ന 2 സിനിമകളോ. ഒന്ന് ഉസ്താദ്, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഷാജി കൈലാസും രഞ്ജിത്തും ആണല്ലോ പ്രൊഡക്ഷൻ. അതും ഇതേപോലെ തന്നെ വന്ന ഒരു ടേൺ ഉണ്ട് അതിനകത്തും. ആ സിനിമ ഞാനും രഞ്ജിത്തും കൂടെ, ഞാൻ രഞ്ജിത്ത് എഴുതി ഞാൻ ഡയറക്റ്റ് ചെയ്യേണ്ട സിനിമ ഒരു പ്രൊഡ്യൂസർ ഞങ്ങളെ 2 പേരെയും കൂടെ എൻഗേജ് ചെയ്തതാണ്. ആ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു കഥയുണ്ടാക്കി, മോഹൻലാലിനെ വെച്ചിട്ടൊരു കഥയുണ്ടാക്കി. അതിൻ്റെ എഴുതിയിട്ടൊന്നുമില്ല, ഒരു കഥ ഇങ്ങനെ രൂപപ്പെട്ട് വന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ പോകുന്നു എന്ന് അത് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ ലാലെന്നെ വിളിക്കുന്നു. ലാലെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പ്രൊഡ്യൂസർ എന്നെ കാണാൻ വന്നു. അപ്പോൾ അവർ വേറൊരു ഡയറക്ടറെ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് സിബിയുടെ ഡേറ്റാണ്, നിങ്ങൾക്ക് സിബിയെ വെച്ച് ഈ സിനിമ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാറാം, സിബിക്ക് ഇഷ്ടമുള്ള ആളെ വെച്ച് ചെയ്യാം. അപ്പോൾ സിബി എൻ്റെ അടുത്ത് സിബി അവരിങ്ങനെയാണ്, അപ്പോൾ ഇനിയിപ്പോൾ സിബിക്ക് തീരുമാനിക്കാം ഏതാ പ്രൊഡ്യൂസർ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ രഞ്ജിത്താണല്ലോ എഴുതുന്നത്. ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിത്തിൽ ആരെങ്കിലും വിളിച്ച് പറയുന്നു, അപ്പോൾ നമുക്കിനി ഒരു പുതിയ പ്രൊഡ്യൂസറെ കണ്ടെത്തണം. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, എനിക്ക് 1 മണിക്കൂർ സമയം തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, ഇത് ഷാജിയും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം സന്തോഷമാണ്, രഞ്ജിത്ത് എഴുതുന്ന കഥയിൽ രഞ്ജിത്ത് കുറച്ചുകൂടി ഇൻവോൾവ് ആയിക്കോളുമല്ലോ എന്നുള്ളതുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആ പ്രോജക്റ്റ് അങ്ങനെ മാറി. ഈ ഓഗസ്റ്റ് അതേ കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ അത് ഈ രണ്ട് സൂപ്പർ താരങ്ങളും എന്നോട് കാണിച്ചൊരു കരുതലാണത്. അവരെന്നോട് കാണിച്ച ഒരു നിലപാടാണ്. എനിക്ക് നൽകിയൊരു വലിയ പിൻബലമാണത്. കാരണം എന്നെ വിശ്വസിച്ചൊരു കാര്യം, എന്നെ മാത്രമാണ്, ഒരു നിർമ്മാതാവിൻ്റെ കണ്ടിട്ടല്ല, എൻ്റെ ഒരു സിനിമ ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം, എന്നാൽ പിന്നെ വേറെ ഡയറക്ടറെ വെച്ചോ എന്ന് പറഞ്ഞാൽ ഞാനില്ല.
ഈ മറ്റേ ഡയറക്ടർ ആരാന്ന് എനിക്കറിയത്തില്ല. ആദ്യത്തെ എൻ്റെ ആ ഡയറക്ടർ ആരാന്നറിയാം, അത് നല്ല സിനിമകൾ ചെയ്തൊരു ഡയറക്ടർ തന്നെയാണ്. പക്ഷേ ഇത് ആരാന്ന് എനിക്കറിയത്തില്ല, ഏത് ഡയറക്ടറാണ് ഓപ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ രണ്ടുപേരും എന്നോട് ഒരു വലിയ കാര്യത്തിൽ ഇങ്ങനെയല്ല പല ഘട്ടങ്ങളിലും അവർ കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കും, എനിക്കറിയാം. അപ്പോൾ ഇന്നലെ അല്ല ഈ നമ്മുടെ ഈ സിനിമയുടെ ഉസ്താദിൻ്റെ കഥയിൽ സംഭവിച്ചത് ഇങ്ങനെയാണെങ്കിൽ പോലും ഈ ആൾക്കാർ ഇപ്പോഴും അത് എൻ്റെ സിനിമയാണെന്ന് സംശയം, ഷാജി കൈലാസ് ചെയ്ത സിനിമയാണെന്ന് ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ അന്ന് തന്നെ പറയുമായിരുന്നു, ഇത് സിബി സാർ പ്രൊഡ്യൂസ് ചെയ്ത് ഷാജിയേട്ടൻ ഡയറക്റ്റ് ചെയ്യേണ്ട സിനിമയായിരുന്നു എന്ന് പറയും. ഷാജി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എന്നെ സഹായിക്കാൻ ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ ഭയങ്കര തിരക്കായി, റിലീസ് ഡേറ്റൊക്കെ ആയി. അപ്പോൾ അതിനെ കുറച്ച് ഒരു പാട്ട് തീർച്ചയായില്ല ജനം, അത് കണ്ടറിയാം ഞാൻ ചെയ്തതല്ല. ഷാജിയുടെ ഒരു സ്റ്റൈലുണ്ട് ആ ഷോട്ടുകൾക്ക് കാര്യങ്ങളൊക്കെ. ഒരു പാട്ടും കൊണ്ട് ഷാജി ചെയ്തു തന്നു. അതൊക്കെ സമയക്കുറവുണ്ട്. അത് രണ്ടും ഷാജി ചെയ്തത്. അത് മദ്രാസിലെ സ്റ്റുഡിയോയിൽ തന്നെ, അതേ സ്റ്റുഡിയോയിൽ ABM സ്റ്റുഡിയോയിലാണ് രണ്ടും ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ABM സ്റ്റുഡിയോയിൽ തന്നെ എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പാട്ട് പിന്നെ ജോയിൻ ചെയ്താൽ മതി, പക്ഷേ സീൻസൊക്കെ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്തൊക്കെ അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. പാട്ടുകൾക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിങ്ക് ചെയ്ത് പാട്ട് കയറ്റിയാൽ മതി. സീനുകൾ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് ആ ഒരു പ്രോസസ്സിൽ ഞാൻ നിൽക്കുമ്പോൾ പാരലായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞ് അതിന് പോയ പടം റിലീസ് മാറും. അപ്പം ഷാജി ആ കാര്യത്തിൽ, പിന്നെ ഷാജി പ്രൊഡ്യൂസറും കൂടെ, പിന്നെ ഒരു ഫൈറ്റും കൂടെ ആദ്യത്തെ മേ ഹൂസ്ത എന്നൊക്കെ പറയുന്ന ദുബായിലല്ല, നാട്ടിലൊരു ലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനുണ്ട്. അത് ദുബായോ എവിടെയാണെന്ന് നമ്മൾ കമ്മിറ്റ് ചെയ്യാത്തൊരു സ്ഥലം, അതും സ്റ്റുഡിയോ ഫ്ലോറിലാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ ഉണ്ട്, എൻ്റെ പ്രസൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഗ്യാപ്പുകളിലൊക്കെ പോയി കാണും. പക്ഷേ ഷാജിക്കാണ് ചെയ്യുന്ന ഉത്തരവാദിത്വം ഞാനാണ്. അവിടെ ഞാൻ പോയി ഇൻവോൾവ് ചെയ്യാറില്ല. പക്ഷേ ഞാനത് കാണുന്നുണ്ട്, ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നത് എനിക്ക് കാണുന്നുണ്ട്. അതിൽ വെണ്ണില കൊമ്പിലെ രാപ്പാടി പാട്ട് ഭയങ്കര രസമാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് റീലുകളിൽ പലരും ഉപയോഗിക്കുന്ന ഈ രഞ്ജിത്തിൻ്റെ കൂടെ തന്നെ മായാമയൂരം, അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങിയിട്ട് തിയേറ്ററിൽ ആൾക്കാർ തിയേറ്ററിൽ പലതും എറിഞ്ഞു പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ. മോഹൻലാലിൻ്റെ കഥാപാത്രം മരിക്കുമ്പോൾ എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്? മായാമയൂരത്തിലേക്ക് എത്തുന്നത് ഞാൻ ആകാശദൂത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുഡ് നൈറ്റ് ഫിലിംസ് ഒരു സിനിമ ചെയ്യാനുള്ളൊരു ആവശ്യമായിട്ട് വന്നത്. അന്ന് ഗുഡ് നൈറ്റ് വലിയ പടങ്ങൾ ചെയ്തു തുടങ്ങി ഇവിടെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളൊന്ന് വരട്ടെ, രഞ്ജിത്തിനെയും കൂട്ടിക്കൊണ്ട് ഗുഡ് നൈറ്റ്. അങ്ങനെയാണല്ലോ ആദ്യത്തെ അസോസിയേഷൻ രഞ്ജിത്തായിട്ട്. രഞ്ജിത്തുമായിട്ടുള്ള അസോസിയേഷൻ എഴുത്തുകാരനെന്ന നിലയിൽ അങ്ങനെയാണ്. പക്ഷേ രഞ്ജിത്ത് അഭിനയിച്ചത് എൻ്റെ സിനിമയിലാണ് ആദ്യമായിട്ട്. എഴുതാപ്പുറങ്ങൾ അംബികകൾ 3 നായികമാരുള്ള എൻ്റെ രണ്ടാമത്തെ ലോഹിയുമായിട്ടുള്ള ചിത്രം. എത്തനാവത്തരം കഴിഞ്ഞ വർഷമുള്ള മായാമയൂരത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് രഞ്ജിത്തും ഗുഡ് നൈറ്റ് മോഹൻ്റെ ബ്രദർ രാജുവുമായിട്ട് കോട്ടയത്ത് വന്ന് എന്നെ കാണുകയും എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു പകൽ ഷൂട്ടിങ് കഴിഞ്ഞ രാത്രിയിൽ ഇരുന്ന കഥ കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യാൻ പറഞ്ഞു. കാരണം അതിൻ്റെ ആ ഒരു പുതുമയുണ്ടല്ലോ, ഇരട്ട സഹോദരങ്ങളും ഒരാൾ റിവീൽ ചെയ്യപ്പെടാതിരിക്കുക, അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. പക്ഷേ അതിനും സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ ഇത് ഓർഡറിൽ ആദ്യമേ ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്യുകയും സെക്കൻഡ് ഹാഫ് നാട്ടിലുള്ള പാലക്കാട് പോർഷൻ ഉണ്ടാവും. അങ്ങനെ ഓർഡറിൽ തന്നെ ഷൂട്ട് ചെയ്യാനാണ് രഞ്ജിത്ത്. അതുകൊണ്ട് ആദ്യത്തെ പോർഷൻ എഴുതി കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് ബാംഗ്ലൂർ രേവതിയായിട്ടുള്ള ബാംഗ്ലൂർ പോർഷൻ എഴുതി കഴിഞ്ഞു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് എഴുതാമല്ലോ എന്നുള്ളതാണ്. പെട്ടെന്നാണ് അതിനകത്ത് ശോഭനയുടെ ഡേറ്റിൽ കൺഫ്യൂഷനായി. ശോഭനയ്ക്ക് നമ്മൾ ഈ ബാംഗ്ലൂർ ഷൂട്ടിംഗ് വെച്ച ഡേറ്റ്സേ നമുക്ക് തരാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ കമ്മിറ്റ്മെൻ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് നേരെ തിരിച്ച് ഉൾട്ടാ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ എഴുതാത്ത പോർഷൻ ആദ്യം എടുക്കാം, അപ്പോൾ പാലക്കാടൻ ഭാഗം ആദ്യം എടുക്കേണ്ടി വന്നു. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ഫസ്റ്റ് ഹാഫ് രണ്ടാമതും സെക്കൻഡ് ഹാഫ് ആദ്യം ഷൂട്ട് ചെയ്തത്. അതെനിക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഞങ്ങൾ രണ്ടും കൂടെ, ഞാൻ രഞ്ജിത്തും കൂടെ ഇങ്ങനെ ചെന്നൈയിലൂടെ ഇങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് പോവുകയാണ്, രഞ്ജിത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതിനൊരു പേരായിട്ടില്ല. അപ്പോൾ എനിക്ക് നമുക്കൊരു പേര് വേണമല്ലോ എന്നൊക്കെ വഴിക്ക് പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മ വന്ന സ്ഥലവും എനിക്കറിയാം. കുടമ്പക്കത്തെ ഒരു ടേണിങ് എടുക്കുമ്പോഴേ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നു, മായാമയൂരം എന്നിട്ടാണ്. എന്നിട്ട് പറഞ്ഞു അത് കൊള്ളാലോ, നമ്മുടെ ഒരു 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 മാജിക്കൽ എലമെൻറ്റ് കിടപ്പുണ്ടല്ലോ അത്. മായാമയൂരം എന്ന് പറയുന്ന പേരെൻ്റെ വായിലേക്ക് വന്നത് അതിനു മുമ്പ് ഞാൻ പാടിക്കൊണ്ടിരുന്നു വണ്ടിക്കാതെ, മായാമയൂരം പീലി വിടർത്തി എന്ന് പറയുന്ന ആ പാട്ടിങ്ങനെ എൻ്റെ മനസ്സിൽ കിടന്നോളൂ, അതിൽ നിന്നാണ് അത് വന്നത്. അപ്പോൾ അത് ആ സിനിമയിലേക്ക് ഈ പറയുന്നൊരു പ്രശ്നമുള്ളത്, ഇതിൻ്റെ
ഞാൻ ഈ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തിരുവനന്തപുരത്ത് ചെങ്കോൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും ലാലും കൂടെ തന്നെ മെഡിക്കൽ കോളേജിൽ അനിയനെ കാണാൻ വരുന്ന ആ സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം തിരുവനന്തപുരത്തുള്ള ലാലിൻ്റെ ഒരു കടുത്ത ഫാൻ ഒരാളുണ്ട്, ഡാൻസർ തമ്പി എന്ന് പറയും. പടം ഇറങ്ങിയാൽ അപ്പം തന്നെ റിസൾട്ട് വിളിച്ച് പറയുന്നതൊക്കെ ഒരാൾക്കാരല്ല. ലാലിൻ്റെ കടുത്ത ആരാധക ബന്ധത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. ഞങ്ങളിവിടെ കഴിയുമ്പോഴത്തേക്ക് ഇയാൾ പടം റിലീസ്, നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പടം റിലീസ് ചെയ്യുന്ന അറിയാം, പക്ഷേ അതിൻ്റെ ഒരു ടെൻഷൻ നമുക്കില്ല. നമ്മൾ വേറെ ഈ ടെൻഷൻ നിൽക്കുകയാണ്. ആണല്ലേ, അതിൻ്റെ ഇതെന്തായി അതൊന്നും ആലോചനയില്ല. കാരണം അത് അതിനേക്കാളും വലിയ ടെൻഷൻ ലൊക്കേഷൻ നിൽക്കുകയല്ലേ. ഉണ്ട് പടയുന്ന റിലീസാകും, റിസൾട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഈ ഡാൻസർ തമ്പി അവിടെ ലൊക്കേഷനിലേക്ക് വന്നത്, വെള്ളായണി കാർഷിക കോളേജ് ഷൂട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇയാൾ ഓടി ഇവിടെ വന്നിട്ട് പറഞ്ഞു, അവിടെ രമ്യ തിയേറ്ററിൽ ആൾക്കാർ ഇൻ്റർവെലായപ്പോൾ തിയേറ്ററൊക്കെ അടിച്ചു പൊട്ടിച്ചു, കസേരയൊക്കെ പൊടിച്ചു കളഞ്ഞു. കാരണം ലാല് മരിച്ചുപോയില്ല, ഇനി എന്താ സിനിമ എന്നുള്ള. രണ്ടാമത്തെ ആളെ നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല. അല്ല, പോസ്റ്ററിലൊന്നും അങ്ങനെ ഒരാളില്ല, ആ ഒരു ഫിഗറിനെ കാണിച്ചിട്ടേ ഇല്ല. അപ്പം അത് പക്ഷേ സെക്കൻഡ് ഹാഫും ഒരുമിച്ചിരുന്ന് കണ്ട, ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ കണ്ടാൽ കുഴപ്പമില്ലായിരുന്നു. ഈ ചില സിനിമ ഇൻ്റർവ്യൂ ഇല്ലാതെ പോയ ഹിറ്റായിരുന്നു. ഈ ചില ഇൻ്റർവ്യൂവിൽ ഭാര്യയായിട്ട് വരുന്ന കെട്ടുകളുണ്ട്. ഈ മായമരത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ എനിക്കിഷ്ടമാണത്. പക്ഷേ സാറിന് സംശയമുണ്ടോ അതൊരു ലാർജർ ഓഡിയൻസിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയായിരിക്കും? കാരണം അതൊരു കുറച്ച് സാങ്കല്പികം, നമ്മൾ മീൻസ് നടക്കാത്ത കാര്യമാണല്ലോ. പക്ഷേ നമ്മളൊരു അതിന് സംശയം ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ സംശയം ഉണ്ടായിരുന്നില്ല. അതൊരു പോയറ്റിക്കായിട്ടുള്ളൊരു എന്താണ്. പക്ഷേ പിന്നീട് ഞാൻ ആ സിനിമ എന്തുകൊണ്ട് സക്സസ് ആയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒറ്റ കാര്യമുള്ളായിരുന്നു. ഈ സെക്കൻഡ് ഹാഫിൽ വരുന്ന ക്യാരക്ടർ, ഉണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ, അയാൾ ഒരു മാടമ്പി ആയിരുന്നെങ്കിൽ, അയാൾ വെറും പാവത്താനൊരു മനുഷ്യനാണ്. വളരെ മറ്റേ ആൾ ഭയങ്കര ഒരു എനർജറ്റിക് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇയാൾ വളരെ തണുപ്പനും സാധുവും. അച്ഛനമ്മമാരെയൊക്കെ ഇയാൾ പാൻസൊക്കെ ഇട്ടുകൊണ്ട് ബോംബെ പോകുമ്പോൾ നീ കാൽഷായി വെച്ചോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ അങ്ങനെയൊക്കെയുള്ളൊരു സാധു ആകാതെ ഇയാൾ ഈ ഒരു മാടമ്പിത്തരമൊക്കെ ഉള്ള ഗ്രാമീണ തറവാടാണ്, വലിയ തറവാടൊക്കെയാണ്. അങ്ങനത്തെ ഒരു ചട്ടമ്പിയൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു കുഴപ്പക്കാരനായിരുന്നുവെങ്കിൽ, മനസ്സൊക്കെ എങ്ങനെയാണെങ്കിൽ പോലും അയാൾക്കൊരു മനസ്സിൽ നന്മയുണ്ടെങ്കിലും അയാളൊരു കുറച്ചും കൂടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള, വാടാന്ന് വിളിച്ചാൽ പോടാന്ന് പറയാവുന്ന ഒരാളായിരുന്നെങ്കിൽ കുറേയൊക്കെ ഈ മറ്റേ ക്യാരക്ടേഴ്സ് ലാലി ചെയ്ത ദേവാസുരത്തിലെ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ആറാം തമ്പുരാനിലൊക്കെ ക്യാരക്ടറിൻ്റെയൊക്കെ ഒരു ചെറിയ ഷെയ്ഡ് അതിന് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വിധി വേറൊന്നായിരുന്നു. മറ്റേക്കാളും എലിവേറ്റഡ് ആകുന്ന ഒരു ക്യാരക്ടറായിട്ട് അത് നിൽക്കും. ശരിയാ. പക്ഷേ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നല്ലേ. ഈ പാൻറ്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ചമ്മലും മൊത്തത്തിൽ ഒരു പമ്മലുണ്ടല്ലോ ആ ക്യാരക്ടർ, എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ചെങ്കോല് സാറ് സൂചിപ്പിച്ച പോലെ ചെങ്കോല്, സതയം, ദശരഥം. ദശരഥത്തിൽ ആ ബാർ സീനുണ്ടല്ലോ, അതിനകത്തെ തൊമ്മി എനിക്ക് തരുമോ എന്ന് നെടുമുടിയോട് ചോദിക്കുമ്പം ഇല്ല എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ഇവിടെ വരെ അത്രയും ക്ലോസ് ഷോട്ടാണ്. അതിനുശേഷം പറയുന്നുണ്ട് ബന്ധങ്ങളുടെ വില നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അയക്ക് വിഷമാവുന്നതൊക്കെ ഇവിടെ വരെ ഉണ്ട്. പക്ഷെ മറ്റത് ഇങ്ങനെ എടുത്തേക്കുന്നത് അതെന്തായിരുന്നു? കാരണം അതിനൊക്കെ ഇമോഷൻ അടുത്തതിൽ വരുന്നുണ്ടല്ലോ. അതിൻ്റെ എന്തെന്ന് വെച്ചാൽ ചില ആ സീൻ ഷൂട്ട് ചെയ്യുന്നത് ഞാനൊരു പലർക്കും കുട്ടികൾക്കൊക്കെ ചില മാസ്റ്റർ ക്ലാസ്സൊക്കെ ചെയ്യുമ്പം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീനാണത്. ആ സീനിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും അതിന് ശേഷം ഞാൻ ചില സ്ഥലത്തൊക്കെ അത് വീണ്ടും പരീക്ഷിച്ചിട്ടുണ്ട്, അത്ര വർക്കായില്ലെങ്കിൽ പോലും. പക്ഷേ ഈ സിനിമ, ഈ സീൻ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സീനായിരുന്നു എന്നെ സംബന്ധിച്ചോളം. ഞാൻ വൺ ഓഫ് ദ എൻ്റെ ചെയ്ത സിനിമകളിൽ എനിക്ക് അതിൻ്റെ മേക്കിങ്ങിൻ്റെ ബ്രില്യൻസ് ഒന്നും ആയിരിക്കില്ല, അതിനെ എങ്ങനെയാണ് അത് ആ സീൻ ചിത്രീകരിക്കുക എന്നുള്ളതൊരു ചലഞ്ചായിരുന്നു. കാരണം അതിനകത്ത് ഒരുപാട് പരിമിതികളുള്ളത്. ഈ കഥയുടെ പിവോട്ടൽ പോയിൻ്റാണത്. ഇവിടെയാണ് കഥ തിരിയുന്നത്. ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുന്ന അവിടെയാണ്. അതുവരെ അയാൾ കളിച്ച് തിരിച്ചാണ്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ് വേണമെന്നുള്ള ചിന്ത അയാളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു മൊമെൻ്റാണത്. അത് സംസാരിക്കുന്ന ഒരു ബാറിനകത്താണ്. അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട നമുക്ക് രണ്ടെണ്ണം അടിക്കാമെന്ന് പറഞ്ഞാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഒരു ബാറിലാണ്. ആ ബാറിലിരിക്കുമ്പോഴുള്ളൊരു പരിമിതി എന്ന് പറയുന്നത് അവിടെ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, മറ്റാൾക്കാരുണ്ട്. ഇത് പറയാൻ പോകുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. ഈ ബാറെന്ന് പറയുന്നതിൻ്റെ ആംബിയൻസ് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇത് പറയുന്നത് പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് എത്തണം. ഇത് ശ്രദ്ധിക്കാതെ പോയാൽ കഥയുടെ തുടർച്ചുള്ള ഭാഗങ്ങളെ അത് ബാധിക്കും. ഞാൻ അത് ഇവിടെ എറണാകുളത്ത് രവിപുരത്തുള്ള ഒരു ചൈനീസ് ഹോട്ടലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ചൈനീസ് ഗാർഡൻ എന്ന് പറഞ്ഞത്.
ഞാൻ ഈ ലൊക്കേഷൻ കാണാൻ സമയമില്ല. കാരണം ആ സിനിമയ്ക്ക് ഒരുപാട് മറ്റു രീതിയിലുള്ള കാലാവസ്ഥ കൊണ്ട് അവിടുന്ന് ഷൂട്ടിംഗ് മാറ്റേണ്ടി വന്നു. ഒരു മദ്രാസിലൊരു സിനിമാ സമരം, തമിഴ്നാട്ടിൽ സിനിമാ സമരം വന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവിടുന്ന് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇങ്ങോട്ട് മാറ്റേണ്ടി വന്നു. പുതിയ സ്ഥലം കണ്ടെത്തുന്ന വരെ, ഊട്ടിക്ക് സമാനമായ സ്ഥലം കണ്ടെത്തുന്ന വരെ ഞങ്ങൾ ഇൻഡോറിൽ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാം. അതുകൊണ്ട് എനിക്ക് എല്ലാ ലൊക്കേഷനും ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ വേറെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇവർ പോയി കണ്ട ഒരു റെസ്റ്റോറൻ്റാണത്. ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ അപ്പോഴാണ് ഷൂട്ടിങ്ങിന് വേണ്ടി രാത്രി 12 മണിക്ക് അത് തുറന്ന് കിട്ടുന്നത്. അവിടെ പോയി കാണുമ്പോൾ സെറ്റിങ്ങൊക്കെ റെഡിയാണ്. പക്ഷേ അതിനകത്ത് ഈ ഒരു സീൻ പറയണമെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം മുഖത്തോട് മുഖം നോക്കിയിരുന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് എഴുന്നേറ്റ് നടന്ന് ഒരു ഡ്രമാറ്റിക് ഒന്നും ആക്കാനും പറ്റത്തില്ല. ബാറിനകത്ത് അങ്ങനെ അങ്ങോട്ട് നടന്ന് അവിടെ പോയി നിൽക്കുക, ഇവിടെ നിൽക്കുക, അയാളുടെ പുറകെ ചെല്ലുക എന്നൊക്കെ പറയുന്ന പരിപാടി എന്ത്. അതാണ് വെച്ചാൽ ഡ്രാമ ക്രിയേറ്റ് എന്നൊരു കോറിയോഗ്രാഫി ഉണ്ട്, അതിന് സാധ്യതയില്ല. ഇത് രണ്ടുപേരും മുഖത്തോട് നോക്കി പറയേണ്ട കാര്യമാണ്. അപ്പം ഞാൻ ക്യാമറമാൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, അവിടെ സിഗരറ്റിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മങ്ങൽ മതി. അവിടേക്ക് ആരൊക്കെയോ ഉണ്ട്, അവരിൽ ആർക്കും ലൈറ്റ് വേണ്ട. ഇവരുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ലൈറ്റിൻ്റെ സോഴ്സ് മാത്രം മതി, ഇവരെ മാത്രം മതി എനിക്ക്. അപ്പം പിന്നെ എൻ്റെ മുമ്പിൽ അപ്പോൾ വന്നൊരു ചിന്തയാണ്, ലാൽ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വേണുചേട്ടൻ ഇപ്പുറത്തിരിക്കും, പക്ഷേ വേണുചേട്ടൻ ഫ്രെയിമിലില്ല, പക്ഷേ വേണുചേട്ടൻ അവിടെ ഇരിക്കണം. എന്നിട്ട് ഫുൾ സീൻ അവർ പറയണം. രണ്ടുപേരോടും പറഞ്ഞ് ഞങ്ങൾ ഫുൾ ഡയലോഗ് പഠിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടുപേരും അത് പഠിച്ചു. അപ്പം ലാൽ ഡയലോഗ് പറഞ്ഞാൽ വേണുചേട്ടൻ അപ്പം മറുപടി പറയും. അപ്പം ആ ഡയലോഗിന് കൗണ്ടർ പറയാൻ എടുക്കേണ്ട സമയം അത് ഉൾക്കൊള്ളാനും, ഈ ചോദിക്കുന്ന വളരെ വിചിത്രമായൊരു ചോദ്യമാണ്. തുമ്മിയെ എനിക്ക് തരുന്നതിൽ എത്തുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെടുക്കേണ്ട സമയം എടുത്ത് വേണുചേട്ടൻ റെസ്പോണ്ട് ചെയ്യണം. ക്യാമറ ഇടയ്ക്ക് പുറത്തായാലും. പക്ഷേ വേണുചേട്ടനെ എല്ലാവരും നോക്കുന്നത് ക്യാമറ എവിടെയാണ്. ക്യാമറാമാൻ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു രണ്ടുപേരുടെയും കണ്ണുകളിൽ പരസ്പരം ഓഡിയൻസിന് മറ്റൊരാളെ കാണാൻ പറ്റണം. കാണാൻ പറ്റണമെന്ന് പറഞ്ഞാൽ വലിയ സ്ക്രീനിൽ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ലാലിൻ്റെ കണ്ണിൽ വേണുചേട്ടനുണ്ട്. അപ്പോൾ ക്ലോസപ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഒരു സൈഡ് എടുക്കും, മറ്റേ സൈഡും ഫുള്ളായിട്ട് എടുക്കും. എന്നിട്ട് ഈ പറയുന്ന രണ്ട് കണ്ണിൻ്റെ ഷോട്ട് എന്ന് പറയുന്ന ആ മൊമെൻറ്റ്, ബന്ധങ്ങളുടെ വരെ തനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഇയാളുടെ ഒരു തിരിച്ചറിവാണ്. അതുവരെ ഇയാൾ തന്നെ ഇയാൾക്ക് അതുവരെ ബന്ധങ്ങൾക്കൊരു വാല്യൂ, പക്ഷേ തനിക്കറിയില്ല, ബന്ധങ്ങൾ തനിക്കറിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് ക്ലോസപ്സ്. പിന്നെ ഉള്ള ബാക്കി ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ഗ്ലാസ് വെച്ചിട്ട് ഇത് കൈ വെച്ചിട്ട് ഗ്ലാസ്സുകൾ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ഷോട്ട് 2 or 3 എക്സ്ട്രാ ഷോട്ടുകളല്ലാതെ ബാക്കി ഫുൾ സീൻ രണ്ടാമത്തെ കണ്ടോളൂ അങ്ങനെ തന്നെയാണ്. ഒരു മിഡ് ഷോട്ട് പോലെ, രണ്ടുപേരും കൂടെ 2 ഷോട്ട് പോലെ ഇല്ല, ക്ലോസപ്സ് മാത്രമാണ്. ഒരു സജഷൻ ഷോട്ട് പോലില്ല, മറ്റേയാളുടെ പുറയുന്നൊരു ഷോട്ട് പോലെ ഇല്ല, ക്ലോസപ്സ് മാത്രമാണ്. പക്ഷേ അത് ഗംഭീരമായിട്ട് വർക്കായി. സമയം ഞാൻ ലാലിൻ്റെ അടുത്തും പറഞ്ഞു, ലാലിന് ഈ വേണുചേട്ടൻ്റെ മറുപടിക്ക് സമയമെടുത്തു, കംഫർട്ടബിളായിട്ട് സമയം. പക്ഷേ ആ ഒരാൾ പറയുമ്പോൾ എടുത്ത് അതേ ടൈം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയാണ് അത് വർക്ക്. ചില ലാലിൻ്റെ വേണുചേട്ടൻ്റെ ഡയലോഗ് ലാലിൻ്റെ മുഖത്തേക്കായിരിക്കും പിന്നീട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്നത്. കാരണം ആ ടൈമിൽ ആ സമയത്ത് ലാലിൻ്റെ മുഖത്ത് ഇയാൾ അന്ന് മറ്റ് പ്രീവിയസ് ഷോട്ടിൽ പറഞ്ഞ ഡയലോഗിൻ്റെ റിയാക്ഷൻ കിടപ്പുണ്ടോ, ഈ ഡയലോഗ് കേട്ടപ്പോൾ അയാൾ റിയാക്ട് ചെയ്ത് എനിക്ക് അതിലേക്ക് ഈ സൗണ്ട് മാത്രം പ്ലേസ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് അത് ചെയ്തത്. അത് നന്നായിട്ട് വർക്കൗട്ടായ ഒരു സീനാണ്. ഞാൻ പിന്നെ 1-2 സിനിമകളിൽ മായാമേത്തിൽ തന്നെ ഒരു പ്രാവശ്യം ഞാൻ പരീക്ഷിച്ചു, പക്ഷേ അതത്ര വർക്കായില്ല. ഓക്കെ, ഇത് മനസ്സിൽ നിന്ന് പോയില്ല. എനിക്ക് സിനിമ ഈ മൊമെൻ്റാണ് എൻ്റെ മനസ്സിൽ. ആദ്യം നമ്മളിങ്ങനെ പിന്നെ കാണുമ്പോൾ ആലോചിക്കും കുറച്ചുകൂടി ഒരു വിശാലത കൊടുത്തിരുന്നെങ്കിൽ അത് പറയാനും രണ്ടുപേരുടെ. പക്ഷെ പിന്നെ കാണുമ്പോൾ അതിന് ഭയങ്കര എന്തോ ഒരു മാജിക്കാണ്, ആ ഇമോഷൻ നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ. പിന്നെ ഈ ഒരു അപ്പർ ക്ലാസ്സിൻ്റെ പ്രശ്നങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഓഡിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആകെ റിലേറ്റ് ചെയ്ത് അയാളോട് ട്രാവൽ ചെയ്തൊരു സിനിമ ആ കാലത്ത് ഈ സിനിമ ഭയങ്കരമായിട്ട് അതിന് ഒരു എക്സാമ്പിൾ ആയിരുന്നു. കാരണം ഇങ്ങനൊരു കഥയായതുകൊണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചെങ്കോലിൽ ആ തെരുവിലാണ് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോഴും ഒരു ജനൽ പാളികളുടെ അപ്പുറത്തുനിന്ന് അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് ആ ഷോട്ട് വേറെ രീതിയിൽ സാർ ആലോചിച്ചിട്ടുണ്ടാവുമോ, അതോ അതെങ്ങനെ തന്നെ പറയണമെന്നായിരുന്നോ? ഇല്ല, അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതായിരിക്കും എൻ്റെ, അതായത് ഈ സ്ക്രിപ്റ്റ് മനസ്സിലാലോചിക്കുമ്പോൾ വരുന്ന ആ ഒരു ഷോട്ട്. എല്ലാ സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ എല്ലാ സീനുകളെ കുറിച്ചായിരിക്കത്തില്ല. ആ സിനിമയിൽ ഏതെങ്കിലും ഒരു സീനിലൊരു മൂമെൻറ്റ് നമ്മുടെ ഉള്ളിലൊരു കൊളുത്തും, അതവിടെ കിടക്കും. അത് ബോധപൂർവ്വമൊന്നുമില്ല, വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതുണ്ടാവും, എവിടെയെങ്കിലും അത് കിടക്കും. അതാണ് നമ്മുടെ ഒരു ആങ്കറിങ് പോയിന്റ്. അവിടെ നിന്നാണ് നമ്മൾ ഇതിന് വർക്ക് ചെയ്യുന്നത്. അതൊരു സീനിലേ ആയിരിക്കത്തില്ല, ടോട്ടൽ കഥയിൽ എവിടെയെങ്കിലും കിടക്കുന്നൊരു മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ ലൊക്കേഷനുകളിൽ ചെല്ലുമ്പോൾ
ഞാൻ നേരത്തെ പ്രീ പ്ലാൻ ചെയ്യത്തില്ല. ഇങ്ങനെ ഷോട്ട് എടുക്കാൻ പോകണം, അതിന് വേണം. എനിക്ക് അവിടെ നേരത്തെ ഒന്നും ഗാഡ്ജറ്റ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ക്രെയിൻ വേണം, മറ്റേ വേണം, നേരത്തെ പറയാൻ പറ്റത്തില്ല. അതൊന്നും എനിക്ക് എന്നോട് ഉണ്ടായിക്കോട്ടെ, ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗാഡ്ജറ്റ് അവിടെ വെച്ച് ആണ് എനിക്ക് എടുക്കാൻ ചിന്തിക്കാൻ പറ്റുള്ളൂ, ചിന്തിച്ച് തുടങ്ങത്തുള്ളൂ. അതാ ലൊക്കേഷൻ്റെയും കൂടെ ഒരു സപ്പോർട്ടുണ്ട്. ലൊക്കേഷൻ നമ്മൾ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില പരിസരങ്ങൾ, കഥ വായിക്കുമ്പോൾ നമുക്കറിയില്ല, നമ്മൾ ആ കഥ നടക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ സ്ഥലത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശ്രമം. ഞാൻ അതുകൊണ്ട് ഞാൻ ലൊക്കേഷൻ കാണാനൊക്കെ പോകും. അസിസ്റ്റൻസിനൊക്കെ വിട്ടിട്ടൊരു ഐഡിയ കൊണ്ടിട്ട് എല്ലായിടത്തും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കുറച്ച് ഫോട്ടോസൊക്കെ കൊണ്ടു തന്നാൽ എനിക്ക് ഇതിൽ എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ കൃത്യമായിട്ടും അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എപ്പോഴും ഞാൻ നടത്താറുള്ളൂ. ലൊക്കേഷൻ ഹണ്ടിങ് പ്രധാനമാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ സീനിൽ അതിനുള്ള സമയം ഉണ്ടായില്ല. റെസ്റ്റോറൻറ്റ് മതി. പക്ഷേ റെസ്റ്റോറൻറ്റ് ചെന്നപ്പോൾ അത് എന്നിലേക്ക് ഞാൻ പിന്നെ കൊണ്ടുവരികയായിരുന്നു. ബാർലെസ്. അതേപോലെ നമ്മൾ ഏത് സീനും തുടങ്ങുമ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ കുറേ നേരം ഇരിക്കും. അവിടുത്തെ പണിയൊക്കെ നടക്കുന്നുണ്ടാവും, അവർ സാധനങ്ങളൊക്കെ ഇറക്കുമായിരിക്കും, ഒരു പുതിയ സ്ഥലത്തേക്ക്. പിന്നെ ഇവരെ എൻഗേജാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോട്ട് പറയും. എനിക്ക് ചിന്തിക്കാനുള്ള ടൈം അവിടെയാണ് ഞാൻ ബൈ ചെയ്യുന്നത്. ആ സമയത്തേക്കും ഒരു ഷോട്ടിൻ്റെ വരെ ആ ഷോട്ടിലേക്ക് മൂവ് ചെയ്യും. അത് ആദ്യത്തേതായിരിക്കത്തില്ല, ചിലപ്പോൾ അവസാനത്തായിരിക്കത്തില്ല, ഇടയ്ക്കുന്ന എവിടെയെങ്കിലും ആയിരിക്കും, ഒന്നും അറിയത്തില്ല. ആ സ്ക്രിപ്റ്റ്, ആ സീൻ അവിടെ ഇരുന്ന് വായിക്കുമ്പോൾ, അതിന് മുമ്പൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അവിടെ ഇരുന്ന് ഒരിക്കൽ കൂടി ആ സീൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഒരു ഷോട്ട് വരും. ആ ഷോട്ടിൽ നിന്ന് ഞാൻ തുടങ്ങും. പിന്നെ ഒരു ജിക്സോ പസിൽ നമ്മൾ ചേർത്ത് വെക്കുന്ന പോലെ അതിന് മുമ്പും പിമ്പും ഇടയിലൊക്കെ ഉള്ളതായിട്ട് ഫില്ല് ചെയ്ത് ആ ഒരു പൂർണ്ണ ചിത്രമായി വരുന്ന ആ സീൻ. ഓരോ സീനും അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് എൻ്റെ അസിസ്റ്റൻസിനാണെങ്കിലും എൻ്റെ ക്യാമറമാനാണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കും ഞാൻ എന്താണ് അടുത്ത് ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. എനിക്കും അറിയില്ല. ഞാൻ ഈ ഷോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എനിക്ക് അടുത്ത ഷോട്ട് കത്തുന്നത്. അപ്പോൾ ലൊക്കേഷനിൽ സമയം പോവില്ല? ഇല്ലല്ല, അതെൻ്റെ മനസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആരുമായിട്ടും ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ, ഒന്നുമില്ലോ. എൻ്റെ മനസ്സിൽ മാത്രം അത് രൂപപ്പെടുക. ഒരു ചിലപ്പോൾ ഇവർ പെർഫോം ചെയ്ത് വരുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇയാളൊരു ഈ ആംഗിൾ വേണം. അങ്ങനെയാണ് ഒരെണ്ണം ഇങ്ങനെ ഒരു എതളായിട്ട് വിരിഞ്ഞ് വരികയാണ്. അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ അറിയുള്ളൂ. അത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യാനും അറിയത്തില്ല. കാരണം എൻ്റെ മനസ്സിൽ അപ്പോഴേ ഉണ്ടാകുന്നുള്ളൂ. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് തുടങ്ങി ഫസ്റ്റ് ഷോട്ടോ സെക്കൻഡ് ഷോട്ടോ കഴിയുമ്പോൾ എനിക്ക് പൂർണ്ണ പിക്ചർ കിട്ടും. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് കൂടെ അത് മിക്കവാറും കിട്ടും. 2-3 ഷോട്ട് കഴിയുമ്പോൾ എനിക്ക് ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുത്ത് പറയും, ഇങ്ങനെയാണ് അവിടെയെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്ത വേണു ക്യാമറമാൻ വേണു എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ദശരഥത്തിലാണ്. ഞങ്ങൾ തമ്മിൽ വളരെ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിലും ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നത് ദശരഥത്തിലാണ്. ദശരഥം ഷൂട്ട് ചെയ്യുന്ന കഴിഞ്ഞിട്ട് വേണു ഒരു ഇൻ്റർവ്യൂവിൽ ആരുടെടുത്തോ പറഞ്ഞു, ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഷോട്ട്സ് പറഞ്ഞു തരുന്ന മറ്റൊരു ഡയറക്ടർ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തില്ല. അദ്ദേഹം പത്മരാജ സാറിൻ്റെ കൂടെയും ഭരത സാറിൻ്റെ കൂടെയും മറ്റു പലരുടെ കൂടെയും വർക്ക് ചെയ്തെങ്കിൽ പോലും ക്ലാരിറ്റിയോടുകൂടി ഒരു സീനിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന, ഷോട്ടുകളെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ഡയറക്ടർ ഉണ്ടായില്ല. അത് അദ്ദേഹം പറയുന്നത് ടെക്നിക്കലി അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളെ കൂടി കണക്കിക്കണം. എൻ്റെ ലൈറ്റിങ് പൊളിയാറില്ല. ഞാൻ ഒരു കീ ലൈറ്റ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പൊളിയത്തില്ല. മറ്റുള്ളവർ പലരും അത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പൊളിക്കുന്ന രീതിയിൽ വേറെ ആംഗിളിലേക്ക് പോകും, മുഴുവൻ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട്. അത് പുള്ളി ആദ്യമായിട്ട് കണ്ടത് എന്നിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ ബോധപൂർവം ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചു. ഷോർട്ട് ഡിവിഷനുകളിൽ തമ്പുരാൻ എന്നാണ് സാറിൻ്റെ കാലത്തുള്ള പല ഡയറക്ടേഴ്സും സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് സംഭവിക്കുന്നത് ബോധപൂർവമല്ല, ഇറ്റ് ഹാപ്പൻസ്. ഞാനതിനെ വിളിക്കുന്ന പേര് DI എന്നാണ്. സിനിമയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് DI. അതൊരു പുതിയ കാലത്തെ നമ്മുടെ ഡിജിറ്റൽ സിനിമ മേക്കിങ്ങിൽ ഒരു പേരാണ്. DI ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ DI എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്നാണ്. ഒരു ദിവ്യമായ ഇടപെടൽ, ഒരു ദൈവികമായ ഇടപെടൽ സംഭവിക്കുന്നുണ്ട് എൻ്റെ എല്ലാ ക്രിയേഷനും. ഞാനല്ല ചെയ്യുന്നതെന്ന് അതെനിക്ക് വളരെ ബോധമുണ്ട്. ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്. ഈ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ അല്ല, ചെങ്കോല് ആ സീനാണ്. ആ സിനിമയിൽ ഒരുപാട് നമ്മളിങ്ങനെ പിന്നെ കാണാൻ പറ്റില്ലാത്ത ആ ഹോട്ടലിൽ മോഹൻലാലിൻ്റെ സിസ്റ്റർ അയാളുടെ മുറിയിലേക്ക് പോകുമ്പോൾ മോഹൻലാൽ പിടിക്കുന്നു ആ സീനുകളൊക്കെ പിന്നെ കാണാനേ പറ്റില്ല. പക്ഷേ അങ്ങനെ കുറേ സെൻറ്റിമെൻ്റൽ ഇമോഷണൽ ആയിട്ടുള്ള സീനുണ്ട്. പക്ഷേ എനിക്ക് ഈ സീൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒഴിഞ്ഞ കവലയും
അപ്പോൾ അവൾ അങ്ങനെയൊന്നും ആയിരുന്നില്ലെങ്കിൽ വേറെ കുഞ്ഞിലെ സിനിമ കാണുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. ഞാൻ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഈ കുട്ടികൾക്കൊക്കെ ക്ലാസ്സൊക്കെ എടുക്കുന്നത് വർക്ക്ഷോപ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത് ഞാൻ കാണിക്കുന്നൊരു സീൻ ഇതാണ്, അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെയാണ് ആ സീൻ, എന്തുകൊണ്ടാണ് ആ സീൻ അങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തും ഇതുപോലെ തന്നെ അങ്ങനെ ആ കവലയിൽ അങ്ങനെ ഒരു ബിൽഡിംഗ് ഇല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ആ വിൻഡോ മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്. വിൻഡോയ്ക്ക് നിന്ന് പുറത്തേക്ക് ഷോട്ട് എടുക്കാൻ വേണ്ടി ലാലിനെ നിർത്താവുന്നൊരു തട്ടുണ്ടാക്കിയിട്ട് അവിടെ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷോട്ട്. തിരിച്ചുള്ള ഷോട്ട് ശരിക്കുള്ളൊരു അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അരിസ്റ്റോ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ മേക്ക് ബിലീഫാണല്ലോ സിനിമ. ഞാൻ പറയുന്നത് ഈ ഒരു ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് അയാൾ സംസാരിക്കുന്നത്, ഇവിടെയാണ് എൻ്റെ ജീവിതം കൈവിട്ടു പോയത് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ആ സീനകത്തുള്ള ഗംഭീരമായ എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് എന്താണ് ഏറ്റവും ബ്രില്യൻ പെർഫോമൻസുകൾ ഒന്ന് ആ രംഗമാണ്. അയാൾ അവിടെ നടന്ന് വന്നിട്ട് ഈ കണ്ണാടി, ഞാൻ ഈ കണ്ണാടി നന്നായിട്ട് ഉപയോഗിക്കും. അതെനിക്ക് ഒരു സൗകര്യം, ചില ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ വന്ന് കണ്ണാടി ആ സീനിൽ പ്രധാനമാണ്. ഇയാളെ തന്നെ നോക്കുകയാണ്, ഇയാളുടെ മാറ്റം ഇയാളെ നോക്കി ഇയാളെ തിരിച്ചറിയുകയാണ്. കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഉണ്ട്. ഇയാളിവിടെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇതൊരു ഇവിടെയാണ് എനിക്ക് ജീവിതം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ശ്രീനാഥിൻ്റെ ക്യാരക്ടർ കയറി വരുമ്പോൾ ഇയാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ മുറിവിലേക്ക് നോക്കിയിട്ട് എന്താണ് ഇത് എൻ്റെ കിരീടത്തിലെ തൂവലാണ് എന്ന് പറയുന്നത്. അത് വളരെ ഭയങ്കര അയാളുടെ അയാൾക്കിനി ഒരു സാധാരണ ജീവിതമില്ല എന്ന അയാൾ ബോധ്യപ്പെടുകയാണ്, ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി എനിക്ക് ഒളിച്ചോടാനില്ല, ഐ ഹാവ് ടു സർവൈവ്, എനിക്ക് ജീവിച്ചേ പറ്റൂ, മുന്നോട്ട് പോയേ പറ്റൂ എന്ന് പറയുന്ന ഒരു തീരുമാനം. ആ തീരുമാനം എന്ന് പറയുന്നത് അയാൾ ഗുണ്ടയെങ്കിൽ ഗുണ്ട, അയാൾക്കല്ലാതെ ഇനി ഒരു എക്സിസ്റ്റൻസ് ഇല്ല. എല്ലാവരും അയാൾ അങ്ങനെ പ്ലേസ് ചെയ്തിരുന്നു, ഇനി അത് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ്. സമാനമായൊരു രംഗമാണ് തനിയാവർത്തനത്തിൽ മമ്മൂട്ടിയുടെ കാലിലെ അവിടെ കിടന്നൊരു ചങ്ങല അഴിച്ചിട്ട് തിലകൻ ചേട്ടൻ, അതായത് അയാളുടെ അമ്മാവനായ ബാബു നമ്പൂതിരിയെ പൂട്ടിയിരുന്ന ചങ്ങല അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇയാൾ വന്ന് അതേ സ്ഥലത്തേക്ക് മമ്മൂട്ടിയുടെ ബാലൻ മാസ്റ്ററെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പം തിലകൻ ചേട്ടൻ അമ്മാവിൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഇത് മാറ്റി അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നു. ഇവനെ ഇനി അതിൽ പൂട്ടണ്ട എന്ന് തീരുമാനിക്കുമ്പോഴത്തേക്കും ഇയാൾ കാലൊന്ന് നീട്ടി വെക്കുന്നുണ്ട്. അവിടെയും അയാൾ തീരുമാനിക്കും, എനിക്ക് ഭ്രാന്തനല്ലാത്തൊരു എക്സിസ്റ്റൻസ് ഇല്ല, ഞാൻ അവിടെ എത്തിയിരിക്കുന്നു, ഇനി എന്നെ ആരും അല്ലാതെ അക്സെപ്റ്റ് ചെയ്തില്ല. ഈ രണ്ട് സമാനമായ സിനിമകൾ, ആ രണ്ട് സിനിമകളും ഇത് തന്നെയാണ്. സമൂഹം ഒരാളെ ഭ്രാന്തനായിട്ട് ഒരാളെ കൊണ്ടുപോകും. രോഹിയുടെ എഴുത്തിൻ്റെ മാജിക്കുകളാണത്. ഞാൻ ഏതു തരം സിനിമകൾ ചെയ്യേണ്ട ആളാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സിനിമയാണ്. ഇതുപോലെ മോഹൻലാൽ ഗുണ്ടയാകാൻ തീരുമാനിച്ച പോലെ, അല്ലെങ്കിൽ മമ്മൂട്ടി കെട്ട് കഴിഞ്ഞാൽ മമ്മൂട്ടി അങ്ങനെ വളരെ റിലാക്സ്ഡ് ആകുന്നില്ല. മമ്മൂട്ടി അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. അതിൻ്റെ ഭാരവും എക്സ്പ്രസ് ചെയ്യാറില്ല, അതിൻ്റെ റിലീഫും എക്സ്പ്രസ് ചെയ്യാറില്ല. ഇതൊന്നുമല്ല, മോഹൻലാൽ കട്ടും ഷാർട്ടും കട്ടിൻ്റെ ഇടയിൽ മാത്രം അഭിനയിക്കുന്ന ആളെന്ന് കൃത്യമായിട്ട് പറയാം. അതിനു മുമ്പ് എത്ര ഇമോഷണലായിട്ടുള്ള സീനാണ് അയാൾ ചെയ്യുന്നതെങ്കിലും അതിന് തൊട്ട് മുമ്പ് അയാൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ബോയുടെ ഒരു തമാശ പറഞ്ഞ് അവിടെ ഒരു ചിരിയും നാഴിക്കും പെട്ടെന്ന് ഇതിലേക്ക് വരും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അയാൾക്ക്.